അവന് മഹത്വം. നമുക്ക് റെക്കോർഡിംഗ് കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പോയി. ഓക്കെ, കർത്താവിന് സ്തോത്രം. എല്ലാവരെയും കർത്താവിൽ വന്ദനം ചെയ്യും. ഇന്ന് മദേഴ്സ് ഡേ. ബൈബിളിനകത്ത് മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളുടെ മേലും ഒരു രാജ്യത്തിൻ്റെ മീതെയും ഒരു ദേശത്തിൻ്റെ മീതെയും കുടുംബത്തിൻ്റെ മീതെയും ഒക്കെ എത്രയധികം ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റും, എത്രമാത്രം സ്വാധീനമുണ്ട് എന്ന് തൊട്ട് തുടങ്ങിയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോവാം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ രണ്ട് മാതാവിനെ എടുത്ത് കേൾക്കാൻ വേണ്ടി പോവാം. രണ്ട് മാതാവിനെ. ഒന്ന്, ഒരു മാതാവ് ഹന്നയ, അടുത്ത ഒരു മാതാവ് ഇസഹാക്കിൻ്റെ വൈഫ്. രണ്ട് മാതാവിനെ എടുത്തു വെക്കാൻ വേണ്ടി പോവാം. ഇതിനകത്തൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ഒരു തലമുറയെ വളർത്തിയെടുക്കേണ്ടതെന്ന് ദൈവവചനം പഠിപ്പിക്കുന്ന ജൂയിഷ് കൾച്ചറിൽ കൂടെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കാനും കൂടെ പോവാം. ഒരു പക്ഷേ ഞാനെടുത്ത ക്ലാസ്സുകൾ കേൾക്കാത്തവർ കാണും, കേട്ടവർ കാണുമായിരിക്കാം. നിങ്ങൾക്കത് റിപ്പീറ്റേഷൻ ആകട്ടെ. കൂടുതൽ ദൈവം നിങ്ങളോട് സംസാരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാക്സിമം നിങ്ങൾ എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്കത് നാളുകളിൽ പ്രയോജനം വരും. അപ്പം പ്രത്യേകിച്ച് ഞങ്ങളുടെ കേരള യാത്ര നടന്നുകൊണ്ടുകൂടെ ഇരിക്കുക. അതിനകത്ത് ഇന്നലെ ഒരു യൂത്ത് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു സെക്ഷൻ്റെ യൂത്ത് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്നലെ കുഞ്ഞുങ്ങളുടെ കൂടെ പാസ്റ്റേഴ്സ് വന്ന് എന്നോട് ഒന്ന് പറഞ്ഞു, പാസ്റ്ററെ ഭയങ്കരമായിട്ടും പിള്ളേരൊക്കെ ഭയങ്കര റിവൈവ് ആക്കിയേ വിടാവൂ എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത വരുന്നില്ല. എൻ്റെ ഉള്ളിൽ വരുന്ന കാര്യം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഈ കുഞ്ഞുങ്ങളെ ചില കാര്യങ്ങൾ ചിന്തിപ്പിക്കണം, പഠിപ്പിക്കണം. ചുമ്മാ എന്തൊക്കെയോ കേട്ടു, എന്തൊക്കെയോ ശബ്ദമായി അങ്ങ് പോയി, അങ്ങനല്ല. നിങ്ങൾ ഗ്രഹിക്കണം, വ്യക്തമായി ഗ്രഹിക്കണം. ഇന്ന് ഞാൻ നിങ്ങളോട് അങ്ങനെ പറയാം, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി ഗ്രഹിക്കണം. ഇന്നലെ രാത്രി മീറ്റിംഗ് കഴിഞ്ഞു, ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ 2 മണിക്കൂർ ക്ലാസ് എടുത്തു. ഭയങ്കര സൈലന്റ് പിള്ളേരുടെ കൂടെ. കൃപയാൽ പിള്ളേരാരും ഉറങ്ങിയില്ല. കൃപയാൽ. കാരണം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബോറൻ പോലെ. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ എൻ്റെ ക്ലാസ്സുകളുടെ അകത്ത് ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് 2 മണിക്കൂർ ഞാൻ പിള്ളേരുടെ കൂടെ ക്ലാസ് എടുത്തു. മീറ്റിംഗ് കഴിഞ്ഞിട്ട് പാസ്റ്റേഴ്സിനൊക്കെ എനിക്ക് തോന്നി അല്പം ഒരു അസ്വസ്ഥത പോലെ തോന്നി. കാരണം അവരെല്ലാം നമ്മുടെ സ്നേഹിതന്മാരുമാണ്. ഭയങ്കര ഉണർന്ന് ചാടി അങ്ങനെ പോകണമെന്നൊക്കെ, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ എന്നിട്ട് രാത്രിയിൽ എനിക്ക് മെസ്സേജ് വന്നു, പക്ഷേ ഒത്തിരി കുഞ്ഞുങ്ങൾ വിളിച്ചു പറഞ്ഞു മെസ്സേജ് എടുത്തതിൻ്റെയൊക്കെ സമയം കുറഞ്ഞു പോയി. 2 മണിക്കൂർ എടുത്തൊന്നും പോരായിരുന്നു. ആ സാറിനെ വിളിച്ചൊരു 2-3 ദിവസം മീറ്റിംഗ് നടത്തണോ നോക്കിയേ. എന്തുകൊണ്ടാ? നമ്മുടെ അകത്ത് ചിലത് കയറട്ടെ. നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോകുന്ന 2 അമ്മമാരുടെ കാര്യം ചിന്തിക്കാൻ വേണ്ടി പോകുന്നു. ഒന്നാമത്തെ അമ്മയെക്കുറിച്ച് നമുക്ക് വായിച്ച് മുന്നോട്ട് പോവാം. ആ കുഞ്ഞിനെ എങ്ങനെ വളർത്തിയെന്ന്. 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിച്ച് മുൻപോട്ട് പോകാം. വായിക്കാമോ? 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യം. ശമൂവേൽ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന ദൈവത്തിന്റെ മന്ദിരത്തിൽ യഹോവയുടെ വിളക്ക് കെടുന്നതിന് മുമ്പേ ചെന്ന് കിടന്നു. ഒരു ഭയങ്കര വിഷയമാണ്. നിങ്ങൾ ഇനി എല്ലാവരും നോട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണേ. നിങ്ങളെല്ലാവരും ഇത് നോട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാം. ഹന്ന എന്ന് പറയുന്ന ഒരു മാതാവായിട്ടില്ല. ഹന്ന എന്ന് പറയുന്ന ഒരു മകൾ. ആ മകൾക്ക് കുഞ്ഞുങ്ങളില്ല. ആ മകളുടെ ഭർത്താവിന്റെ പേരെന്തുവാ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്തുവാ ഹന്നയുടെ? പെനീന. ഹന്നായിക്ക് കുഞ്ഞുങ്ങളില്ല. തന്റെ ഭർത്താവ് നല്ലൊരു മനുഷ്യനാണ്. അല്ല, പെനീനയല്ല, എൽക്കാന. പെനീനയല്ല, സോറി ആൻറ്റി, എൽക്കാന. പെനീന മറ്റേ ആ ലേഡിയ. സോ ഈ എൽക്കാന നല്ലൊരു മനുഷ്യനാണ്. ഈ മകൾക്ക് ഒരു കുഞ്ഞിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഈ മകൾക്ക് ജീവിതത്തിൽ വിഷമം വന്നപ്പം ഈ മകൾ ചെയ്ത ഒരു കാര്യം എന്തോന്നറിയാമോ? ലോകത്തിലോട്ട് ഇറങ്ങിപ്പോകുക അല്ല ചെയ്തത്, ദൈവത്തിന്റെ പാദപീഠം തിരഞ്ഞെടുത്തു. എല്ലാ മാതാപിതാക്കൾക്കും ഇത് വലിയൊരു ചിന്തയാകട്ടെ.
ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ ഒരിക്കലും ലോകത്തിന്റെ സിസ്റ്റങ്ങളിലോട്ട് പോകരുത്. അത് നിങ്ങൾക്ക് അല്പ ആശ്വാസം തരാമായിരിക്കാം. പക്ഷെ നിങ്ങൾ എവിടെ തിരഞ്ഞെടുക്കണമെന്ന് അറിയാമോ? എൻ്റെ കൂടെ ഒന്ന് പറയാമോ എല്ലാ മാതാപിതാക്കളും? ദൈവത്തിന്റെ പാദപീഠം. ആ വീട് തന്നെ നിങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധിക്കകത്തും ദൈവത്തിന്റെ പാദപീഠം തിരഞ്ഞെടുക്കണം. അത് ഇന്ന് മദേഴ്സ് ഡേ ആയതുകൊണ്ട് മാതാക്കൾ തന്നെയല്ല, എല്ലാ പിതാക്കന്മാരും എല്ലാവർക്കും ഉള്ളൊരു പാഠമാണ്. ഈ മകൾ ഓടി ആലയത്തിൽ വീഴും. ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഒരു ദിവസം ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പം തൻ്റെ ഹൃദയത്തിന്റെ വേദന കാരണം ചുണ്ടനങ്ങുന്ന മാത്രമേ ഉള്ളൂ. അപ്പം അവിടെ അന്നുണ്ടായിരുന്ന ഏലി പുരോഹിതൻ, താനായിരുന്നു അവിടുത്തെ പുരോഹിതൻ. തനിക്ക് ഈ മകളെ കണ്ടപ്പം തനിക്ക് തോന്നി, തൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു, വെളിപ്പാടില്ല, തന്നെ കുറിച്ചൊരു നല്ല അഭിപ്രായമായിട്ടൊന്നും എടുത്തു പറയാനില്ല. പക്ഷെ താൻ ചിന്തിച്ചു എന്തോന്നറിയാമോ? ഈ മകൾ വീഞ്ഞു കുടിച്ചിട്ട് ആലയത്തിൽ വന്നാണ് എന്ന് പറഞ്ഞ് ആ മകളോട് സംസാരിക്കുമ്പം ആ മകള് പറഞ്ഞു, യജമാനനെ, ഞാൻ വീഞ്ഞു കുടിച്ചതല്ല, എൻ്റെ ഹൃദയത്തിന്റെ ഭാരം ഞാൻ ദൈവത്തോട് പകരുക. നിങ്ങൾ ഒരു വേർഡ് ശ്രദ്ധിക്കണം. ദൈവമാക്കിയ അഭിഷക്തൻ ഒരു വാക്ക് റിലീസ് ചെയ്തു. നീ എന്ത് പ്രാർത്ഥിച്ചോ, നീ എന്തുവാണോ ഇസ്രയേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചത്, അത് അടുത്ത വർഷം ദൈവം നിനക്ക് നൽകട്ടെ. നിങ്ങൾ വലിയതായിട്ട് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചോണം. ദൈവമാക്കിയ അഭിഷക്തൻ ചിലത് പറയാതെ സംഭവിക്കത്തില്ല കേട്ടോ. ഇതിന്റെ മറുഭാഗവും ഞാൻ പറയാം. ദൈവമാക്കിയ ചില ദൈവദാസന്മാര് വിക്കടാണെങ്കിൽ നമ്മുടെ ചില നന്മകളെ അടയ്ക്കാനും പറ്റും. വളരെ സൂക്ഷിക്കണം കേട്ടോ. ദൈവമാക്കിയ ദൈവദാസൻ ചിലത് പറയാതെ ചില അനുഗ്രഹങ്ങൾ വരത്തില്ല. പക്ഷെ ചിലരുടെ മേൽ ദൈവം അഭിഷേകം കൊടുത്തു. ഇങ്ങനെയുള്ള ചില പുള്ളികൾ വിക്കടാ. അവർക്ക് വിശ്വാസികളെ ഇട്ട് അമ്മാനമാടുന്ന ടൈപ്പാ. അവർക്ക് അറിയത്തില്ല അവർ എന്തിനോടാ കളിക്കുന്നത്, തീ അവരുടെ മേൽ കളിക്കുന്നതെന്നല്ല അവർക്ക് അറിയത്തില്ല. ഇതിൻ്റെയൊക്കെ വശങ്ങളൊക്കെ ആഴത്തിൽ പഠിക്കണം. പക്ഷേ എന്തു പറ്റുമെന്നറിയാമോ? അങ്ങനെ വിക്കടായിട്ട് പെരുമാറിയവരൊക്കെ ജീവിതത്തിൽ ഭയങ്കര വേദനയിലും തകർച്ചയിലും പിന്നീട് ഭയങ്കര തീവ്രമായ ശാരീരിക പ്രശ്നങ്ങളിൽ കൂടെ പോയിട്ടുണ്ട്. ഞാൻ അവിടെ പറഞ്ഞു നിർത്തുക. പക്ഷേ നമുക്കതിന്റെ പോസിറ്റീവ് വശം എടുക്കാം. പോസിറ്റീവ് വശം, ദൈവമാക്കിയ അഭിഷക്തന്മാർ ചിലത് പറയാതെ ചിലത് നടക്കത്തില്ല. 30 ലക്ഷം പേരുടെ മീതെ ദൈവമാക്കിയ മോശ ഒരു നല്ല ലീഡറായിരുന്നു, ഒരു വളരെ നല്ല ലീഡറായിരുന്നു. തൻ്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനും തൻ്റെ സ്വന്തം സഹോദരിയും എല്ലാവരും തനിക്കെതിരെ പെറുപെറുക്കുമ്പോഴും അവർക്ക് വേണ്ടി ദൈവത്തിന്റെ കാൽക്കൽ ഇരുന്ന ഒരു വ്യക്തിയായിരുന്നു മോശ. അതുകൊണ്ട് ദൈവം പറഞ്ഞു, മോശയെ പോലെ ഒരു വിശ്വസ്തൻ തൻ്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തൻ ആരുമില്ല അല്ലേ? മോശയുടെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? കർത്താവേ, അങ്ങ് ഈ ജനത്തോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ അങ്ങ് എഴുതിയ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് വെട്ടിക്കാൻ. നമ്മളാണ് എന്ത് പറഞ്ഞേനെ? മൊത്തം എണ്ണത്തിന്റെ പേര് വെട്ടിയാൽ എൻ്റെ കുടുംബത്തിന്റെ പേര് വെട്ടല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ ഈ മോശ എങ്ങനെ പ്രാർത്ഥിച്ച്? മോശ പ്രാർത്ഥിച്ച, കർത്താവേ എൻ്റെ പേര് വെട്ടിക്കൂ, പക്ഷെ അവരോട് ക്ഷമിച്ചേ പറ്റും. അതാണ് യഥാർത്ഥ ലീഡർഷിപ്പ്. നമ്മുടെ ലൈഫിലൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഇഷ്ടങ്ങളെക്കാൾ ഉപരി ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്ക് നമ്മൾ ഹൃദയം കൊടുത്ത് മനസ്സ് കൊടുക്കാമെങ്കിൽ നിങ്ങൾക്കറിയത്തില്ല, അവരെന്തൊക്കെ ചെയ്താലും അതിൻ്റെ എല്ലാം മീതെ വിശ്വസ്തന്മാരെ ദൈവം ഉയർത്തിക്കൊണ്ടിരിക്കും കേട്ടോ. ഉയർച്ച വരുന്നത്, മാന്യത വരുന്നത്, ബഹുമാനം വരുന്നത് ദൈവത്തിൽ നിന്ന്. നമ്മളത് ഇവിടെ സദൃശവാക്യത്തിൽ പറയുന്നുണ്ട്. ഏലി പുരോഹിതൻ പറഞ്ഞു, നിനക്കൊരു കുഞ്ഞ് തരട്ടെ, ഒരു കുഞ്ഞിനെ കിട്ടട്ടെ. അടുത്ത വർഷം ആ മകൾക്ക് ഒരു കുഞ്ഞിനെ കിട്ടി, ആ മാതാവിന് ഒരു കുഞ്ഞിനെ കിട്ടി. ആ മാതാവ് ദൈവസ്ഥലിൽ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ദൈവം ഒരു കുഞ്ഞിനെ തന്നാൽ ഞാൻ ആ കുഞ്ഞിനെ ദൈവത്തിന് തന്നെ കൊടുക്കും. ഇനി ദൈവത്തിന് കൊടുക്കാൻ ആ മാതാവ് തെരഞ്ഞെടുത്തൊരു സമയമുണ്ട്. ഒരു ഭയങ്കര വിഷയമാണ്. ഇനി നമ്മൾ സ്ലോലി യഹൂദന്മാരുടെ കൾച്ചറിൽ കൂടെ പഠിച്ചെങ്കിൽ മാത്രമേ ഈ മാതാവ് എന്നാണ് ഈ കുഞ്ഞിനെ കൊടുത്തത്, എന്തുവായിരുന്നു, എത്ര വയസ്സ് വരെയാണ് ഈ മാതാവ് പഠിപ്പിക്കേണ്ടത്, അത് കഴിഞ്ഞിട്ട് ആരാ പഠിപ്പിക്കേണ്ടത്, എന്തുവാണ് എന്നുള്ള കാര്യങ്ങളിലേക്ക് നമ്മളൊന്ന് വരാൻ വേണ്ടി പോവാം. ഒന്നാമത്തെ, യഹൂദന്മാർക്ക്
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 4 സെറിമണിയുണ്ട്. അത് ബൈബിളിൽ നിന്നുള്ള സെറിമണിയാണ്. ഒന്നാമത്തെ സെറിമണി, ഒരു വീട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ ഒന്നാമത്തെ സെറിമണി എന്ന് പറയുന്നത് എത്രാം ദിവസം എന്നറിയാമോ? 8ാമത്തെ ദിവസം. ഈ 8ാമത്തെ ദിവസത്തെ സെറിമണിക്ക് വിളിക്കുന്ന പേരാണ് സർക്കംസൈസേഷൻ. അതിന്റെ ഹീബ്രു വേർഡാണ് ബർത്ത് മില. എവിടെ പറഞ്ഞിട്ടുണ്ട് നോക്കിക്കേ, ഇവിടെ എല്ലാം ഉൽപ്പത്തി പുസ്തകം 17 തൊട്ട് ബൈബിളിൽ മൊത്തം അബ്രഹാമിന്റെ സന്തതിക്ക് ദൈവം കൊടുത്ത ഒരു പ്രമാണമാണ് 8ാം നാളിലെ പരിച്ഛേദന. ഇനി 8ാം നാളിലെ പരിച്ഛേദന ഇത് പുതിയ നിയമത്തിനകത്തും ഉണ്ട് കേട്ടോ. ഇത് പഠിപ്പിച്ചെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. പഴയ നിയമത്തിൽ ആൺകുഞ്ഞുങ്ങൾക്ക് മാത്രമായിരുന്നു പരിച്ഛേദന. പുതിയ നിയമത്തിൽ ആൺകുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, പക്ഷെ അഗ്രചർമ്മമല്ല പരിച്ഛേദന. അപ്പോസ്തലനായ പൗലോസ് എഴുതി, അഗ്രചർമ്മമല്ല യഥാർത്ഥ പരിച്ഛേദന. യഥാർത്ഥ പരിച്ഛേദന എവിടെ നടക്കുന്നതാ? ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നടക്കുന്ന. അതിനകത്ത് ആണെന്നുമില്ല, പെണ്ണെന്നുമില്ല, സ്ത്രീ എന്നുമില്ല, പുരുഷനെന്നുമില്ല. അപ്പൊ നമ്മളൊക്കെ കർത്താവിന്റെ അകത്ത് പരിച്ഛേദന കഴിഞ്ഞവരാ, നമ്മൾ പരിച്ഛേദന ഏറ്റവരാ. അതുകൊണ്ട് നമ്മൾ അബ്രഹാമിന്റെ സന്തതികളാണ്. നിങ്ങൾക്ക് അത് മനസ്സിലായോ? അടുത്തത് രണ്ടാമത്തെ സെറിമണി എന്ന് പറയുന്നത് 31ാമത്തെ ദിവസമാണ്. ഇത് യഹൂദന്റെ കൾച്ചറിലുള്ളതാ, ബൈബിളിലുള്ളതാ. 31ാമത്തെ ദിവസം കേട്ടോ. 31ാമത്തെ ദിവസമാണ് രണ്ടാമത്തെ സെറിമണി നടക്കുന്നത്. 31ാമത്തെ ദിവസം. ഇനി 31ാമത്തെ ദിവസത്തെ സെറിമണി എന്തുവാ? അപ്പൻ വന്ന്, അമ്മയ്ക്ക് വരാൻ പറ്റത്തില്ല 31ാമത്തെ ദിവസം, ആലയത്തിൽ വരാൻ പറ്റത്തില്ല. അമ്മയ്ക്ക് എന്നാ വരാൻ പറ്റുന്നതെന്നറിയാമോ? അമ്മയ്ക്ക് ആലയത്തിൽ വരാൻ പറ്റുന്നത് 42ാമത്തെ ദിവസമേ ഉള്ളൂ. 42nd ഡേ മാത്രമേ അമ്മയ്ക്ക് ദേവാലയത്തിൽ വരാൻ പറ്റത്തുള്ളൂ. നമ്മൾ ദൈവത്തിന്റെ വചനത്തിന്റെ സിസ്റ്റം പഠിക്കണം. ലേവ്യ പുസ്തകം 8ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്താൽ, ആൺകുഞ്ഞാണെങ്കിൽ 33 ദിവസം അവളുടെ രക്തശുദ്ധീകരണത്തിന് അവൾ ഇരിക്കണം. 8ാം നാളിൽ പരിച്ഛേദനയ്ക്ക് ശേഷം 33 ദിവസം അവൾ രക്തശുദ്ധീകരണത്തിന് ഇരിക്കണം. അപ്പൊ എത്ര ദിവസമായി? 33 8 എത്രയായി? പറഞ്ഞോ? 41. നിങ്ങൾക്ക് കണക്ക് മനസ്സിലാവുന്നില്ലേ? എത്ര ദിവസമായി? 33 8 41. 42ാമത്തെ ദിവസമേ ആ അമ്മയ്ക്ക് ദേവാലയത്തിൽ വരാൻ പറ്റത്തുള്ളൂ. ഇനി നിങ്ങൾ പറ, മറിയ യേശു കുഞ്ഞിനെ എടുത്തോണ്ട് എത്രാം ദിവസമാണ് ദേവാലയത്തിൽ വന്നേ? മറിയ, അവിടെ എഴുതിയേക്കുന്ന വേർഡ് ലൂക്കോസ് 2 മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവളുടെ ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ, അങ്ങനെയാണോ എഴുതിയേക്കുന്നേ? അവൾ യേശു കർത്താവിനെ എടുത്തുകൊണ്ട് ദേവാലയത്തിൽ വന്നു. ദേവാലയത്തിൽ വന്നപ്പോഴാണ് 2 വ്യക്തികൾ യേശു കർത്താവിന്റെ അടുക്ക വരുന്നത്. ഒന്ന് ആരായിരുന്നു? ശിമോൻ. 2 ഹന്ന എന്ന് പറയുന്ന ഒരു പ്രവാചകി. ശിമോൻ വന്ന് കുഞ്ഞിനെ കൈകളിൽ ഏന്തി, നാഥാ അങ്ങ് പറഞ്ഞ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു, അതിനെ ഇപ്പോൾ സമാധാനത്തോടെ വിട്ടയക്കണമേ എന്ന് വന്ന് പറയുന്നു. ഹന്ന വന്ന് പ്രവചിക്കുന്നു, ആത്മനിയോഗത്തിൽ വരുന്നു. അല്ലെ, നിങ്ങൾ വായിച്ചിട്ടില്ലേ? എന്നാ വരാൻ പറ്റുന്നേ? 42ാമത്തെ ദിവസം. അതിനു മുമ്പേ ആ മകൾക്ക് ആലയത്തിൽ വരാൻ പറ്റത്തില്ല. അവളുടെ ശുദ്ധീകരണ കാലം വരെ തികയാൻ വേണ്ടി ഇരിക്കുക. ലേവ്യ പുസ്തകത്തിൽ 8 ഇതിന്റെ പ്രമാണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് മടങ്ങി വരാം. 31ാമത്തെ ദിവസം വീട്ടിൽ ജനിച്ച കൊച്ചിനെ അപ്പൻ പോയി വില കൊടുത്ത് മേടിക്കണോ? എന്തോ ഈ പാസ്റ്റർ പറയുന്നേ? കൊച്ചുങ്ങളെ വില കൊടുത്ത് മേടിച്ചാൽ കിട്ടുന്ന സാധനമാണോ? ബൈബിള് പറയുക, അപ്പനോട് പറയുക, ബയോളജിക്കൽ ഫാദറിനോട് പറയുക, നീ ആലയത്തിലേക്ക് വന്ന് 5 ഷേക്കൽ വെള്ളി കൊടുത്ത് നിന്റെ വീട്ടിൽ കിട്ടിയ കൊച്ചിനെ വില കൊടുക്കണോ? വീണ്ടെടുപ്പ് വില എന്നാ പറയുന്നത്. അത് ലേവ്യർക്കുള്ള ഒരു പ്രമാണമായിട്ടാ പറയുന്നത്. പക്ഷെ ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും ലേവ്യരെ ദൈവം വിലക്ക് മേടിച്ചെടുത്തതാ കേട്ടോ. ആ ഒരു പ്രമാണം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാ. 31ാമത്തെ ദിവസം എന്ന് വെച്ചാൽ അതിന്റെ പ്രമാണം ഇങ്ങനെ. ആ പ്രമാണം ഇപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് പറയട്ടെ. എനിക്കും ആശയ്ക്കും ദൈവം 2 കുഞ്ഞുങ്ങളെ തന്നു. നെയ്തമോന്റെ ജനനം നടന്നു 8ാം ദിവസമാണെന്ന് വെച്ചോ, അവന് പരിച്ഛേദന ചെയ്യണം. യഹൂദനാണെങ്കിൽ
ഉണ്ട്. 31-ാമത്തെ ദിവസം ബയോളജിക്കൽ ഫാദറായ ഞാൻ വന്ന് ആലയത്തിലെ പുരോഹിതന് 5 ഷേക്കൽ സിൽവർ കൊടുത്തു, വെള്ളി കൊടുത്തിട്ട് കൊച്ചിനെ വിലക്ക് മേടിക്കണം. കൊച്ചിനെ വിലക്ക് മേടിക്കാനോ? അപ്പൊ കൊച്ചിന്റെ പിതാവ് ഞാനല്ലേ? യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കൊച്ചിന്റെ ബയോളജിക്കൽ ഫാദറാ, പക്ഷെ കൊച്ചിന് യഥാർത്ഥത്തിൽ മറ്റൊരു പിതാവുണ്ട്. നമ്മുടെ ഒക്കെ കൈകളിൽ കിട്ടിയേക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളാ, പക്ഷെ യഥാർത്ഥത്തിൽ അതിന് മറ്റൊരു പിതാവുണ്ട്. നമുക്കും മറ്റൊരു പിതാവുണ്ട്. ഞാൻ പ്രൂവ് ചെയ്തു തരാം. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് വിവാഹത്തിൽ കൂടെ അവർക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് അവരിൽ നിന്ന് കിട്ടുന്നത് ശരീരം മാത്രമേ ഉള്ളൂ. ആ കുഞ്ഞിന്റെ അകത്തൊരു പെർഫെക്റ്റ് സ്പിരിറ്റ് വന്നു. അതെവിടുന്ന് വന്നു? അപ്പന്റെയും അമ്മയുടെയും പകുതി സ്പിരിറ്റ് ചേർന്ന് ഒരു സ്പിരിറ്റ് ആണോ കൊച്ചിന്റെ അകത്ത് വന്നത്? അതോ ഒരു പെർഫെക്റ്റ് സ്പിരിറ്റ് ദൈവത്തിന്റെ അടുക്കെന്ന് വന്നോ? നമ്മുടെ അകത്തും ചിന്തിക്കും. അപ്പം ദൈവത്തിന്റെ അടുക്കെന്ന് വന്നു. ഈ കുഞ്ഞ് 70 80 വയസ്സ് കഴിയുമ്പോൾ ഈ കുഞ്ഞ് മരിക്കും. അപ്പന്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് കിട്ടിയ ശരീരം എവിടെ ഇടും? പക്ഷെ കൊച്ചിന്റെ അകത്ത് കിട്ടിയ ഒറിജിനൽ ആത്മാവ് എവിടെ പോകും? തന്റെ പിതാവിന്റെ അടുക്കിലേക്ക് പോകും. സകല ആത്മാക്കളുടെ ഉടയവനും യജമാനനുമായ പിതാവിന്റെ അടുക്കൽ പോകും. അയ്യോ, അപ്പൊ നിങ്ങൾ പറ, നമുക്കൊരു പിതാവുണ്ടോ? മനസ്സിലായവരൊന്ന് പറഞ്ഞേ, നമുക്കൊരു പിതാവുണ്ടോ? ഇനി ബൈബിള് പഠിപ്പിക്കുക, നമ്മുടെ കൈ കിട്ടിയ കൊച്ചുങ്ങൾ നമ്മുടേതല്ലെന്ന്. അത് ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാ. ദൈവം നമ്മുടെ കൈ വളർത്താൻ തന്നതാണ്. കേട്ടോ? ദൈവം എന്തിനു തന്നാ നമ്മുടെ കയ്യിൽ? അപ്പൊ കൊച്ചുങ്ങളെ അടിക്കുമ്പോഴും സൂക്ഷിച്ചോണം. കൊച്ചുങ്ങളെ അടിക്കുമ്പോഴും സൂക്ഷിച്ചോണം. എന്തുവാ? അടി കൊടുക്കുമ്പം ഞാൻ ആരുടെ കൊച്ചിനെയാ അടിക്കുക? എൻ്റെ ഈ ക്ലാസ് ഒരു ബ്രദർ കേട്ടിട്ട് പുള്ളി ഒരു ചൂരൽ എവിടെ മേടിച്ചു വെച്ചിട്ടുണ്ട് കൊച്ചിനെ അടിക്കാൻ. കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞ, പക്ഷെ ഞാൻ ആ ചൂരൽ എടുക്കുമ്പോൾ ഞാൻ ഓർക്കും, ആ കുഞ്ഞെ അടിക്കുമ്പം ഞാൻ വളരെ റെസ്പോൺസിബിലിറ്റിയോട് അടിക്കണമെന്ന്. എന്ന് വെച്ചാൽ അടിക്കുമ്പം എൻ്റെ വാശി തീർക്കാനും അടിക്കല്ല. ഇത് വേറൊരാളുടെ കൊച്ചാ, പുള്ളിയുടെ കൊച്ചു തന്നെയാ. ഇത് മേളിയിരുന്ന ഒരാൾ കാണുന്നുണ്ട്, ആ പുള്ളി എനിക്ക് അടി തരുമോ? ആ ആൾ എനിക്ക് അടി തരുമോ? അപ്പൊ ആ വ്യക്തി എന്നോട് പറഞ്ഞ ഇങ്ങനെ, ഞാൻ ചിന്തിക്കും, ഈ ചെയ്ത തെറ്റിന് എത്ര രീതിയിലുള്ള ശിക്ഷ കൊടുക്കണം? ആ ശിക്ഷ കൂടിപ്പോവല്ലേ? അതിന് ശിക്ഷിച്ചാൽ മതിയോ? ഒന്ന് പേടിപ്പിച്ചാൽ മതിയോ? അതോ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതിയോ? ഞാൻ പല പ്രാവശ്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ? എല്ലാം ചിന്തിച്ചിട്ടാ റോയിച്ച ഇപ്പൊ ഞാൻ ആ ക്ലാസ് കേട്ടതിന് ശേഷം അടിക്കുന്നതെന്ന്. കാരണം എനിക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ കയ്യിൽ നിന്ന്, ഇത് ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ നമ്മുടെ തന്നെ വളരെ റെസ്പോൺസിബിലിറ്റിയോടുകൂടെ കുഞ്ഞുങ്ങളെ അടിക്കാവൂ. നമ്മുടെ ദേഷ്യം തീർക്കാൻ നമ്മുടെ പിതാക്കന്മാർ അങ്ങനെ ആയിരുന്നു അല്ലെ? അവരുടെ എവിടെയെങ്കിലും പോയിട്ടുള്ളത് ദേഷ്യം, ബസ്സേ കയറി ടിക്കറ്റിന്റെ ബാക്കി കൊടുത്തില്ല, അതിന്റെ ദേഷ്യം തീർക്കുന്ന എവിടെ ആയിരിക്കും? 25 വയസ്സാണ് ദേഷ്യം തീർക്കുന്നത് വീട്ടിലായിരിക്കും. അതല്ല, നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സംഘർഷത്തിന്റെ ദേഷ്യം തീർക്കല്ലേ മാതാപിതാക്കളെ. കേട്ടോ? നമുക്ക് ദൈവത്തിന്റെ സന്നിധി വളരെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം. നോക്കിയേ, 5 ഷേക്കൽ സിൽവർ കാണിക്കുന്നത്, വെള്ളി കാണിക്കുന്നത് വീണ്ടെടുപ്പ്, 5 കാണിക്കുന്നത് ഗ്രേസ്. കേട്ടോ? വിജിം ബ്രദർ കേട്ടോ? കല്യാണം കഴിക്കുമ്പോൾ പ്രയോജനം വരും. കേട്ടോ? നോക്കിയേ, 31-ാമത്തെ ദിവസം കൊച്ചിനെ വില കൊടുത്ത് മേടിക്കണം. അപ്പം ആരുടെ കൊച്ചുങ്ങളായത്? ദൈവത്തിന്റെ. യേശു കർത്താവ് നമ്മളെ വന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പം കർത്താവ് എന്തോ പഠിപ്പിച്ചേ? ദൈവമേ എന്ന് വിളിക്കാനാണോ പഠിപ്പിച്ചേ? അതോ നമ്മളെ പിതാവേ എന്ന് വിളിക്കാനാണോ പഠിപ്പിച്ചേ? ദൈവമക്കളൊന്ന് പറഞ്ഞേ, പിതാവേ. അപ്പം ദൈവം നമ്മുടെ ആരാ? നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ദൈവം നമ്മുടെ പിതാവാ. ദൈവം നമ്മുടെ പിതാവാ. നിങ്ങൾക്കൊരു പിതാവുണ്ട്. നിങ്ങൾ എന്ത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉറക്കണം, ഞാൻ അനാഥനല്ല, എനിക്കൊരു പിതാവുണ്ട്. എൻ്റെ ശരീരത്തിന് ഒരു ബയോളജിക്കൽ ഫാദർ ഉണ്ട്, പക്ഷെ എൻ്റെ സ്പിരിറ്റിന്. ഞാൻ നെയ്തമോനെ കൊണ്ട് രാത്രി കിടക്കുമ്പം ഞാൻ നെയ്തമോനോട് ഇടയ്ക്കിടയ്ക്ക് പറയും, നെയ്തമോനെ, കുഞ്ഞിന് വേണ്ടി, കുഞ്ഞിൻ്റെ കൂടെ അപ്പായും അമ്മായും ഒക്കെ ഉണ്ട്, പക്ഷേ മോനറിയാമോ മോൻ ആരുടെ കുഞ്ഞാന്നറിയാമോ? മോന് യേശു അപ്പച്ചൻ്റെ കുഞ്ഞാ. അപ്പായുടെയും അമ്മായുടെയും കയ്യിൽ കുഞ്ഞിനെ വളർത്താൻ തന്നതാ. കുഞ്ഞ് യേശു അപ്പച്ചൻ്റെ കുഞ്ഞാ. അവന്റെ ഹൃദയത്തിൽ, അവന്റെ അറിയില്ലാത്ത മനസ്സിൽ ഇപ്പോഴങ്ങനെ പറയാ, യേശു അപ്പച്ചനെ വിളിക്ക്, യേശു അപ്പ എന്ന് വിളിക്ക്. നമുക്കൊരു പിതാവുണ്ട് കേട്ടോ. നമ്മുടെ പിതാവ് എവിടെയാ?
ഓ സ്വർഗസ്ഥനായ ഞങ്ങളുടെ, നിങ്ങൾ ആ വേർഡ് ഒന്ന് പറഞ്ഞേ. പ്രസംഗമൊക്കെ പിന്നെ കേൾക്കാം, നമുക്ക് പഠിക്കുന്നത് കേട്ടിട്ട് പോവാ. നിങ്ങളൊന്ന് പറഞ്ഞേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഒന്ന് വിളിച്ചേ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ എന്ന് വിളിച്ചേ. എൻ്റെ പിതാവേ, കേട്ടോ, എൻ്റെ പിതാവേ. നോക്കിക്കേ, ഒന്നാമത്തെ സെറിമണി സിൽവർ കാണിക്കുന്നത് റിഡംഷൻ, 5 കാണിക്കുന്നത് ഗ്രേസ്, കൃപ. ഇനി മൂന്നാമത്തെ സെറിമണി 13-ാമത്തെ വയസ്സിലാ. മൂന്നാമത്തെ സെറിമണി നടക്കേണ്ടത് എത്രാമത്തെ വയസ്സിലാ? 13-ാമത്തെ വയസ്സിൽ. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ 4-ാമത്തെ സെറിമണി പറഞ്ഞിട്ട് വരട്ടെ. 4-ാമത്തെ സെറിമണി നടക്കുന്നത് അപ്പന്റെ വാർദ്ധക്യത്തിലാ. ഇതുമൊക്കെയും നമുക്ക് പഠിക്കാം കേട്ടോ, പിന്നീട് നമുക്ക് പഠിക്കാം. അപ്പന്റെ വാർദ്ധക്യത്തിൽ അപ്പൻ മക്കളെ വിളിച്ച് ആദ്യ ജാത പദവി കൊടുക്കുന്നത് അപ്പന്റെ വാർദ്ധക്യത്തിൽ കൈവച്ച് അനുഗ്രഹിക്കും. അത് ഭയങ്കര ഒരു സെറിമണിയാ ബൈബിളിൽ. അപ്പൻ എങ്ങനെ അനുഗ്രഹിക്കുന്നത് അതുപോലെ ഇരിക്കും കുഞ്ഞുങ്ങളുടെ ഭാവി എന്ന്. അല്ലാതെ സർട്ടിഫിക്കറ്റ് അല്ലേ? അല്ല. അല്ലാതെ അവരുടെ സ്മാർട്ട്നെസ് അല്ലേ? അല്ല. എന്തോ പാസ്റ്ററെ പറയുന്നേ? അല്ല, പിള്ളേർ ഒരു എഞ്ചിനീയറിംഗ് ഒക്കെ എടുത്താൽ അതല്ലേ പിള്ളേരുടെ ഭാവി? അല്ല. പിള്ളേർ മിടുക്കരായ ഒരു IAS എടുക്കുന്നതല്ലേ? അല്ല. അതൊക്കെ നല്ലതാ, എഞ്ചിനീയറിംഗും ഡിഗ്രിയും MBBS എവറിഥിങ് നല്ലതാ. പക്ഷേ നിങ്ങൾക്കറിയാമോ, അതിനേക്കാട്ടിലും വലിയൊരു കാര്യമാ പിതാവ് കൈവച്ച് കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് മാതാപിതാക്കളെ, ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ നെഗറ്റീവ് പറയരുത്. ഞാൻ കാണിച്ചു തരാം. 2-ാമത്തെ മാതാവിനെ എടുത്ത് കാണിച്ചു തരാം. ഒരു മാതാവ് കാണിച്ച, ഇസഹാക്കിന്റെ വൈഫാ, കാണിച്ച ദോഷം കൊണ്ട് ആ കുടുംബത്തിന് എന്തു പറ്റി നിങ്ങൾ ഇതുവരെയും കേട്ട് കാണത്തില്ല. ആ കുടുംബത്തിന് എന്തു പറ്റി? ഒരിക്കലും കുഞ്ഞുങ്ങളോട് നെഗറ്റീവ് നിങ്ങൾ പറയരുതേ. നിങ്ങളുടെ മേലിൽ പറഞ്ഞു കിടക്കുന്ന നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിന്റെ റിഫ്ലക്ഷൻ ആയിരിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ വരുന്നത്. അത് നിങ്ങൾ യേശുവിന്റെ രക്തത്തിൽ ക്യാൻസൽ ചെയ്യണം. നിങ്ങളുടെ മാതാപിതാക്കളോട് പോയി നിങ്ങൾ ക്ഷമ പറഞ്ഞ് അവരോട് പറയണം നിങ്ങളെ അനുഗ്രഹിക്കാൻ. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ വേദന നിങ്ങൾ വിട്ടുപോകും. നിങ്ങൾ മറ്റുള്ളവർ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കൈ കിട്ടിയ കുഞ്ഞുങ്ങളെ എന്തോ ചെയ്യുന്നവരായിരിക്കണം? അനുഗ്രഹിക്കുന്നവരായി തീരണം. ഇനി 4-ാമത്തെ സെറിമണി, അപ്പന്റെ അനുഗ്രഹം ഭയങ്കര അനുഗ്രഹമാകട്ടോ. അപ്പന്റെ അനുഗ്രഹം ഭയങ്കര അനുഗ്രഹമാ. നിങ്ങൾ വളരെ സൂക്ഷിക്കണം. ചില മക്കൾക്ക് അപ്പനെ ഇഷ്ടമല്ല, അത് അമ്മയ്ക്ക് വലിയ റോളുണ്ട്. ചില മക്കൾക്ക് അമ്മയെ ഇഷ്ടമല്ല, അതിനകത്ത് അപ്പന് വലിയ റോളുണ്ട് കേട്ടോ. അമ്മയെ റെസ്പെക്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് അപ്പന്റെ ഉത്തരവാദിത്വമാണ്. മക്കൾ അമ്മയെ റെസ്പെക്ട് ചെയ്യുന്നില്ലെങ്കിൽ, മക്കള് അപ്പനെ റെസ്പെക്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് ആരുടെ ഉത്തരവാദിത്വമാണ്? അമ്മയുടെ ഉത്തരവാദിത്വം. അമ്മ അപ്പനെ റെസ്പെക്ട് ചെയ്തില്ല, മക്കൾ റെസ്പെക്ട് ചെയ്യുവോ? ഇല്ല. അപ്പൻ അമ്മയെ റെസ്പെക്ട് ചെയ്തില്ലെങ്കിലോ, സ്നേഹിച്ചില്ലെങ്കിലോ മക്കൾ സ്നേഹിക്കുവോ? ഇതെല്ലാം ദോഷമായിട്ട് തീരും, ഇതെല്ലാം ബുദ്ധിമുട്ടായി തീരും. നമ്മുടെ കുടുംബങ്ങളിൽ, ഒറ്റ കുടുംബങ്ങളിൽ പോലും അത് സംഭവിക്കാതിരിക്കട്ടെ. അതിനുവേണ്ടി ആ ദൈവമക്കളെ ഇന്ന് എഡിഫൈ ചെയ്യുന്ന ഈ മദേഴ്സ് ഡേയിൽ മടങ്ങി വരാം. അപ്പന്റെ അനുഗ്രഹം ഭയങ്കര അനുഗ്രഹമാണ്. ഉൽപ്പത്തി പുസ്തകം 49 പറയുന്നു, യാക്കോബിന്റെ മക്കളെ കൂടി വരുവീൻ, ഭാവി കാലത്ത് സംഭവിപ്പാനുള്ളത് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാമെന്ന്. എന്ന് വെച്ചാൽ ഭാവി കാലത്ത് പിന്നെ ഭൂതം വരുമോ, ഭാവി കാലത്ത് സുനാമി ഉണ്ടാവുമോ എന്നൊന്നും അല്ല ആ വേർഡിന്റെ അർത്ഥം. ഭാവി കാലത്ത് നിങ്ങളുടെ ഭാവി എങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ ഇപ്പോൾ അനുഗ്രഹിക്കാം. അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ഭാവി. നോക്കിക്കേ, ഇനി അമ്മ കുഞ്ഞിനെ വളർത്തുന്ന അടുത്ത സിസ്റ്റത്തിലേക്ക് നമ്മളൊന്ന് വരിക. അമ്മ കുഞ്ഞിനെ വളർത്തുന്ന അടുത്ത സിസ്റ്റം നോക്കിക്കേ. ഒരു വീട്ടിൽ ഒരു കൊച്ചു ജനിച്ചാൽ ആ കുഞ്ഞിന്റെ ആദ്യത്തെ ടീച്ചർ തൻ്റെ അമ്മയാണ്. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, അതിന്റെ ആദ്യത്തെ ടീച്ചർ അതിന്റെ അമ്മയാണ്. ആദ്യത്തെ ടീച്ചർ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, കണ്ടോ? 0 തൊട്ട് 5 വരെ അമ്മയുടെ ഉത്തരവാദിത്വം ആ കൊച്ചിനെ വളർത്തുക. 0 തൊട്ട് 5 വരെ. ആ ജോലിക്ക്, അമ്മയുടെ ജോലിക്ക് വിളിക്കുന്ന പേരാണ് ഫിറ്റ് ഫോർ ദി സ്ക്രിപ്ചർ.
സ്ക്രിപ്ചറിന് വേണ്ടി അമ്മ കൊച്ചിനെ പ്രിപ്പയർ ചെയ്യുക. എങ്ങനെ അമ്മ കൊച്ചിനെ പഠിപ്പിക്കുന്നത്? എന്നെ ശ്രദ്ധിച്ചു കേട്ടോണേ, എങ്ങനെ ശ്രദ്ധിച്ചു കേൾക്കണേ. യഹോവയുടെ ന്യായപ്രമാണത്തിൽ എത്ര കൽപ്പനയുണ്ടെന്നറിയാമോ? യഹോവയുടെ ന്യായപ്രമാണത്തിൽ 613 കൽപ്പനയുണ്ട്. എത്ര കൽപ്പനയുണ്ട്? 613. 10 കൽപ്പനയാക്കി നമ്മൾ സംഗ്രഹിച്ചു പഠിച്ചതാ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് 1 സംഗ്രഹിച്ചു പഠിച്ചു. 2, 1 അങ്ങനെ സംഗ്രഹിച്ചു പഠിച്ചു. പക്ഷെ ടോട്ടലി എത്ര കൽപ്പനയുണ്ട്? 613 കൽപ്പന. ഈ കൽപ്പനകളെ കുറിച്ചൊക്കെ നമുക്ക് ടാബർനാക്കിൾ പഠിപ്പിക്കുമ്പം പഠിക്കാം. ടാബർനാക്കിൾ പഠിക്കുമ്പം നമുക്ക് പഠിക്കാം ഇതിന്റെ കാര്യങ്ങളൊക്കെ. ഇനി ഈ അമ്മ ഒരു വീട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ചു. ആദ്യത്തെ മണിക്കൂർ തൊട്ട് ഈ കുഞ്ഞിന് പാല് കൊടുക്കണം, ഫീഡ് ചെയ്യണം, അല്ലേ? ഒരു കുഞ്ഞ് ജനിച്ച ആ കുഞ്ഞിന് ആദ്യത്തെ മണിക്കൂർ തൊട്ട് ഫീഡ് ചെയ്യണം. ഈ കുഞ്ഞിന് എന്തെങ്കിലും അറിയാമോ? എന്തെങ്കിലും വാക്ക് പറഞ്ഞാൽ, ഏതെങ്കിലും ബൈബിളിൽ ഒരു വാക്യം പറയുകയോ പാട്ട് പാടിയാലോ ഈ കൊച്ചിന് അറിയാമോ? അറിയത്തില്ല. ഈ കൊച്ചിന് കണ്ണു തുറന്ന് ശരിക്കും വന്നിട്ടില്ല, ചെവി തുറന്നു, അല്ലെ ശബ്ദം കേൾക്കാം, അല്ലെ ഈ കുഞ്ഞിന് തിരിച്ചറിവായിട്ടില്ല. ചിരിച്ചു കാണിക്കണമെങ്കിൽ തന്നെ ആഴ്ചകളെടുക്കും, മാസങ്ങളെടുക്കും. കറക്റ്റ് അല്ലേ? അമ്മമാരൊക്കെ എന്ത് പറയുന്നു? ചിരിച്ചു കാണിക്കണേ തന്നെ മാസങ്ങളെടുക്കും. പക്ഷേ യഹൂദന്റെ അല്ലെങ്കിൽ ബൈബിളിന്റെ പ്രമാണം, ഈ അമ്മ ആദ്യത്തെ മണിക്കൂർ ജനിച്ച കൊച്ചിന് പാല് കൊടുക്കുമ്പം ഈ അമ്മ യഹോവയുടെ ന്യായപ്രമാണത്തിലെ 613 കൽപ്പന ഉരുവിട്ടുകൊണ്ട് വേണം പാല് കൊടുക്കാൻ. ചോദ്യം, ഈ കൊച്ചിന് എന്തേലും അറിയാമോ? പിന്നെ എന്തിനങ്ങനെ ചെയ്യുന്നേ? 613 കൽപ്പന ഉരുവിടണോ? അപ്പൊ അമ്മ ഇത് കാണാതെ പഠിക്കണോ? അമ്മ ഇത് കാണാതെ പഠിച്ചിരിക്കണം. 613 കൽപ്പന. അടുത്ത പ്രാവശ്യം പാല് കൊടുക്കുമ്പോൾ 613 കൽപ്പന ഉരുവിടണം. അടുത്ത പ്രാവശ്യം പാല് കൊടുക്കുമ്പോൾ കൊച്ചിന് കൽപ്പന ഉരുവിട്ടുകൊണ്ടിരിക്കണം, ജീവന്റെ പ്രമാണം ഉരുവിട്ടുകൊണ്ടിരിക്കണം. എന്തിനാണെന്നറിയാമോ? അവര് പറയുക, കുഞ്ഞേ, ഈ പാല് നിന്റെ അമ്മ തരുന്ന പാല് നിന്റെ ശരീരത്തിനാണ്, പക്ഷേ ജീവന്റെ വചനം നിന്റെ ആത്മാവിനാണ്. നിന്റെ ശരീരം മാത്രമല്ല വളരേണ്ടത്, നീ ആത്മാവിൽ കൂടെ ബലപ്പെട്ട് വേണം വളരാൻ. ബൈബിളിലെ വാക്യങ്ങൾ വല്ല ഓർക്കുന്നുണ്ടോ? യേശു കർത്താവ്, യോഹന്നാൻ സ്നാപകൻ എങ്ങനെ ബലപ്പെട്ടെന്നാ? ശരീരത്തിൽ ബലപ്പെട്ടെന്നാണോ എഴുതിയേക്കുന്നത്? ആത്മാവിൽ ബലപ്പെട്ടെന്നാണോ? നിങ്ങളൊന്ന് പറഞ്ഞേ. ആത്മാവിൽ ബലപ്പെട്ടു. ഒരു കുഞ്ഞിന്റെ ആത്മാവ് വളരണം, ശരീരം മാത്രമല്ല വളരണ്ടിയേ. നിങ്ങൾ പാല് കൊടുക്കുന്നു, ന്യൂട്രീഷൻ കൊടുക്കുന്നു, എന്തൊക്കെയോ മേടിച്ചു കൊടുക്കുന്നു, നാനോ ലാക്ടജനോ എന്തൊക്കെയോ മേടിച്ചു കൊടുക്കുന്നു. വചനം കൊടുക്കുന്നുണ്ടോ കൊച്ചിന്? വചനമാണ് കൊച്ചിന്റെ ആത്മാവിന്റെ ആഹാരം. ഈ കൊച്ചു വചനം കേട്ട് വളരണം. അമ്മ ഓരോ പ്രാവശ്യവും പാല് കൊടുക്കുമ്പോൾ, എന്തോ ചെയ്യുന്നേ? യഹോവയുടെ ന്യായപ്രമാണത്തിലെ 613 കൽപ്പന പറഞ്ഞിരിക്കണം. യഹോവയുടെ ന്യായപ്രമാണത്തിലെ 613 കൽപ്പന ഉരുവിട്ടിരിക്കണം അടുത്ത പ്രാവശ്യം പാല് കൊടുക്കുമ്പോൾ. ഇനി മുന്നോട്ട് വരട്ടെ. അല്പപ്രായമെത്തുമ്പോൾ കൊച്ചിന് തിരിച്ചറിവായി, ചിരിക്കാനായി, കാര്യങ്ങളെ തിരിച്ചറിയാനും കളർ കാണാനും ഒക്കെ മനസ്സിലായി. അല്പമാസങ്ങൾ കഴിയുമ്പം അമ്മ ഒരു പാത്രത്തിൽ അല്പം തേൻ എടുത്ത് വെച്ചേക്കും. ആ തേനിൽ ഒന്ന് കൈ തൊട്ടിട്ട് കുഞ്ഞിന്റെ നാക്കയിലോട്ട് വെച്ചു കൊടുക്കും. കുഞ്ഞു ഭയങ്കര രുചികരമായ ഒരു കാര്യം നാവിൽ കിട്ടിയതിന്റെ രുചിക്ക് ആസ്വദിച്ച് എക്സൈറ്റഡ് ആയിട്ട് അങ്ങോട്ട് ഇറക്കും, അല്ലെ? ഭയങ്കരമായിട്ട് രുചിച്ച് അങ്ങോട്ട് ഇറക്കും, ആസ്വദിച്ച്. അമ്മ ഇതെല്ലാം കണ്ടോണ്ട് നിൽക്കും. എന്നിട്ട് അമ്മ പറയും, മോനെ, ഇപ്പൊ നീ കഴിച്ചത് ഭൂമിയിലെ ഏറ്റവും വലിയ രുചിയുള്ള മധുരമുള്ള ഒരു സാധനമാണ്. അതിന്റെ പേര് തേനെന്ന, ഹണി എന്ന. പക്ഷെ കുഞ്ഞെ, നിനക്കറിയാമോ, ഇതിനെക്കാട്ടിലും മധുരമുള്ള ഒരു സാധനമുണ്ട്. അത് നിന്റെ അണ്ണാക്കിന് മധുരവും നിന്റെ അസ്ഥിക്ക് തണുപ്പുമാണ്. അതിന്റെ പേരാണ് ന്യായപ്രമാണം, അല്ലെങ്കിൽ തോറ. ഈ കൊച്ചിനകത്ത് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായോ? എനിക്ക് അമ്മ തന്ന ഈ ഹണി എനിക്ക് ഇത്രയും രുചിയാണെങ്കിൽ അമ്മ എന്നോട് പറഞ്ഞു തന്നു ഇതിനെക്കാട്ടി രുചിയുള്ള ഒരു സാധനം ഉണ്ടെന്ന്, അത് ഞാൻ കഴിക്കുമെന്നാവും തീരുമാനിക്കുന്നത്. അല്ലെ ആ മകൾ എന്ത് തീരുമാനിക്കും? ഞാന് കഴിക്കും. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കണ്ടോ അമ്മ വളർത്തുന്നേ? കണ്ടോ അമ്മ വളർത്തുന്നേ? അമ്മയുടെ ഉത്തരവാദിത്വമാ 5 വയസ്സ് വരെ വളർത്തുക.
അതിന് വിളിക്കുന്ന പേരാണ് ഫിറ്റ് ഫോർ ദ സ്ക്രിപ്ചർ. പക്ഷെ നമുക്ക് മടങ്ങി വരാം. അതിനുശേഷം 0 തൊട്ട് 12 വരെയാണ് അപ്പൻ വളർത്തുന്ന സിസ്റ്റം വേറെയാ. അപ്പനും വചനം പഠിപ്പിക്കണം കൊച്ചിനെ. 613 കൽപ്പന പഠിപ്പിക്കണം. 7-ാം വയസ്സെത്തുമ്പോൾ കൊച്ചിനെ എന്ത് പഠിപ്പിക്കണം? ലേവ്യ പുസ്തകം മൊത്തം കാണാതെ പഠിപ്പിച്ചിരിക്കണം. 7-ാം വയസ്സിൽ അപ്പന്റെ ജോലിയാ. ലേവ്യ പുസ്തകം എവിടാന്ന് പോലും നമ്മുടെ പിള്ളേർക്ക് അറിയത്തില്ല. ഇനി 10-ാമത്തെ വയസ്സെത്തുമ്പോൾ അപ്പന്റെ ജോലിയാ മിഷ്ന പഠിപ്പിച്ചിരിക്കണം. മിഷ്ന എന്ന് പറഞ്ഞാൽ ഓറൽ തോറ. 13-ാമത്തെ വയസ്സെത്തുമ്പോൾ ന്യായപ്രമാണം മൊത്തം പഠിച്ചിരിക്കണം. കൊച്ച് ദേവാലയത്തിൽ വന്ന് റബിയോട് പറഞ്ഞു കേൾപ്പിക്കണം. അന്ന് കൊച്ചിന്റെ പിതൃത്വം ചേഞ്ച് ആവും. 31-ാമത്തെ ദിവസം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? 31-ാമത്തെ ദിവസം കൊച്ചിനെ വില കൊടുത്ത് മേടിച്ചോ? ആരുടെ കൊച്ചായിരുന്നു അത്? ബയോളജിക്കൽ ഫാദർ ആ ആള് തന്നെയാ. പക്ഷെ യഥാർത്ഥത്തിൽ ആരുടെ കൊച്ചാ? ദൈവത്തിന്റെ കൊച്ച. നിങ്ങളുടെ കയ്യിൽ എന്തിനാ തന്നെ? നിങ്ങൾ കൊച്ചിനെ പഠിപ്പിക്കാൻ, വചനം പഠിപ്പിച്ചു കഴിഞ്ഞ് കൊച്ചിനെ തിരിച്ചു കൊണ്ടുവന്ന് ഒറിജിനൽ അപ്പന് തന്നെ കൊണ്ട് കൊടുക്കണം. നിങ്ങൾ ഇനി ചിന്തിച്ചോ, എന്തിനാ കുഞ്ഞുങ്ങളെ തന്നെ? വചനം പഠിപ്പിക്കാൻ. ഒറിജിനൽ പിതാവിന്റെ അടുക്കൽ തന്നെ കൊച്ചിനെ കൊണ്ട് കൊടുക്കണം. എത്രാം വയസ്സിൽ? 13-ാം വയസ്സിൽ. അന്ന് കൊച്ചിന്റെ പിതൃത്വം ചേഞ്ച് ആവും. ആ സെറിമണിക്ക് വിളിക്കുന്ന പേരാണ് ബാർ മിസ്വ. ആ സെറിമണിക്ക് അകത്തൂടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും കടന്നുപോയി. ആ സെറിമണി കഴിഞ്ഞു. എന്നിട്ടും യേശു കർത്താവ് 3 ദിവസം റബിമാരോട് സംസാരിച്ചുകൊണ്ടിരുന്നു. യേശുവിന്റെ അമ്മയായ മറിയ പോയി. 3 ദിവസം കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് യേശു കർത്താവിനെ ഇവരോട് ചോദ്യം ചോദിക്കുന്നത് കണ്ടപ്പോ യേശു കർത്താവിനോട് ചോദിച്ചു, കുഞ്ഞെ, അങ്ങ് എന്തുവാ ചെയ്തത്? അമ്മയും അപ്പനെ നിന്നെ അന്വേഷിച്ചില്ലേ എന്ന് യേശു കർത്താവിനോട് പറയുമ്പോ യേശു പറഞ്ഞ മറുപടി എന്തുവാ? സ്ത്രീയെ, നിനക്കറിയത്തില്ലയോ ഞാൻ എൻ്റെ പിതാവിനുള്ളിടത്ത് ഇരിക്കേണ്ടതാണെന്ന്? എന്ന് വെച്ചാൽ പിതൃത്വം ചേഞ്ച് ആയെന്ന്. എന്ന് വെച്ചാൽ ബാർ മിസ്വ കഴിഞ്ഞതോടുകൂടെ കൊച്ചിന്റെ പിതൃത്വം ചേഞ്ച് ആയി. അതാ യേശു കർത്താവ് പറഞ്ഞ വേർഡിന്റെ അർത്ഥം. നിനക്ക് അറിഞ്ഞുകൂടെയോ ഞാൻ എൻ്റെ പിതാവിനുള്ളിടത്ത് ഇരിക്കേണ്ടതാണ്. ഹന്നായിലേക്ക് മടങ്ങി വരാം. ബൈബിളിൽ എഴുതിയേക്ക, ഹന്ന കൊച്ചിന്റെ പാലുകൂടി മാറിയപ്പം കൊച്ചിനെ കൊണ്ടുവന്ന്, കൂടിപ്പോയ 3 വയസ്സ് പോലും ആയി കാണത്തില്ല, അല്ലെ 4 വയസ്സൊക്കെ മാക്സിമം വെച്ചു. പാലുകൂടി മാറിയപ്പം കൊച്ചിനെ കൊണ്ട് ദേവാലയത്തിൽ കൊടുത്തു. ആരെ വളർത്തിയിട്ടുള്ളൂ? അമ്മ മാത്രമേ വളർത്തിയിട്ടുള്ളൂ. ആര് വളർത്തിയിട്ടില്ല? അപ്പൻ, പിതാവ് വളർത്തിയിട്ടില്ല. ആരെ വളർത്തിയിട്ടുള്ളൂ? അമ്മ. ആര് വളർത്തിയിട്ടില്ല? പിതാവ് വളർത്തിയിട്ടില്ല. പക്ഷെ അമ്മ എന്തോ എടുത്തു? ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനപ്രകാരം എന്താ പറ്റുന്ന പറയാ, കുഞ്ഞിനെ കൊണ്ടും ദേവാലയത്തിൽ കൊണ്ട് കൊടുത്തു. നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ഇനി ഒത്തിരി പഠിക്കാം. ഇന്ന് ഞാൻ മദേഴ്സ് ഡേ എന്നുള്ള ഒരു കാര്യത്തിൽ നിന്നുകൊണ്ട് ക്ലാസ് എടുക്കട്ടെ. ഇല്ലെങ്കിൽ കൊച്ച് എവിടെയാ കൊണ്ട് വിട്ടത്, എവിടെയാ കിടന്നേ, ആ കിടന്ന സ്ഥലത്തിന്റെ ഇമ്പോർട്ടൻസ് ഷീലോഹിൽ നിന്ന് എഴുതിയേക്കുന്നത്. പക്ഷെ അവിടെ എഴുതിയിട്ടുണ്ട് യഹോവയുടെ പെട്ടകം ഇരിപ്പുണ്ട്, യഹോവയുടെ വിളക്ക് അവിടെ ഇരിപ്പുണ്ട്. സമാഗമന കൂടാരമാണ് കേട്ടോ. പെട്ടകം ഇരിക്കേണ്ടത് സമാഗമന കൂടാരത്തിലാ. വിളക്കിരിക്കേണ്ടത് എവിടെയാ? ടാബർനാക്കളിൽ. നമ്മൾ പഠിച്ചല്ലേ, സമാഗമന കൂടാരത്തിൽ. കൊച്ചിന് പ്രാകാരത്തിലെ ശുശ്രൂഷ, പ്രാകാരത്തിലെ വെളിച്ചം കഴിഞ്ഞു. പ്രാകാരത്തിൽ മാത്രമേ സൂര്യപ്രകാശം കയറത്തുള്ളൂ. വിശുദ്ധ സ്ഥലത്തും വിശുദ്ധ സ്ഥലത്തും സൂര്യപ്രകാശം കയറത്തില്ല. പകലത്തെ വെളിച്ചം കഴിഞ്ഞു. ഇനി കൊച്ചെവിടെ പോയി കിടക്കും? കുഞ്ഞുങ്ങൾക്ക് രാത്രി കിടക്കണമെങ്കിൽ വെളിച്ചം വേണോ? കൊച്ചെവിടെ പോയെന്നറിയാമോ? നിലവിളക്കിന്റെ ചോട്ടിൽ. ആ നിലവിളക്ക് കെടാൻ പോവാ. അവിടെ അങ്ങനെ എഴുതിയേക്കുന്നത് വിളക്ക് കെടുന്നതിന് മുമ്പേ. അത് തെറ്റാ. വിളക്ക് കെടരുത് എന്നാ എഴുതിയേക്കുന്നത് ബൈബിളിലെ പ്രമാണം. വിളക്ക് കെടരുത്. പക്ഷെ ഇവിടെ എഴുതിയേക്കുന്നത് എന്തുവാ? വിളക്ക് കെടാൻ പോവാ. അപ്പൊ എന്തുവാ സംഭവിച്ചേ? നോക്കണ്ടിയ ഏലി പുരോഹിതനും അവന്റെ മക്കൾക്കും നോക്കാൻ സമയമില്ല. ഏലി പുരോഹിതന്റെ കണ്ണ് മങ്ങിപ്പോയി. വിളക്കിനെ രാവിലെ വൈകിട്ടും ശുശ്രൂഷിക്കണം, വിളക്ക് തെളിയിക്കണം, കരിന്തിരി മുറിക്കണം, എണ്ണ ഒഴിച്ചു കൊടുക്കണം. ടാബർനാക്കളിനകത്തോട് ഇതെല്ലാം നമ്മൾ പഠിച്ചതല്ലേ. നമുക്ക് തുടർന്ന് ചർച്ചിനകത്ത് ക്ലാസ് എടുക്കാം ഇതൊക്കെ.
ദൈവവചനത്തിന്റെ ആഴങ്ങൾ പഠിച്ചു വേരൂന്നി വളരും. ഒരു വൃക്ഷത്തിന് എത്ര വേരുണ്ടോ അതിനനുസരിച്ച് അത് ബലമുള്ളതായി തീരുന്നു. കേട്ടോ, ഇന്ന് ദൈവവചനം അറിയത്തില്ല. എന്തോ ഒരു മെസ്സേജ് കേട്ടു, കഴിഞ്ഞു, ചടങ്ങ് കഴിഞ്ഞു, 1 മണിയാകുമ്പം കഴിഞ്ഞു. 1 മണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദൈവസാന്നിധ്യം കാണത്തില്ല. അങ്ങനെ വേറെ പ്രശ്നം. ചിലർക്ക് 8:30 കഴിഞ്ഞാൽ പിന്നെ ദൈവസാന്നിധ്യം ഇല്ല, രാത്രി. അങ്ങനല്ല. വചനം കേക്ക്, പഠിക്ക്, ആഴത്തിൽ ചിന്തിക്ക്. ഈ ആഴ്ച മൊത്തം നിങ്ങളുടെ ചിന്തകൾ അതായിരിക്കട്ടെ. ബൈബിൾ പറയുന്നു, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളതത്രേ ചിന്തിപ്പീൻ. നിങ്ങളെ അത് കൂടുതൽ ബലപ്പെടുത്തും, നിങ്ങളെ കൂടുതൽ അത് പണിയും. മടങ്ങി വരാം. ഓക്കെ, പ്രാകാരത്തിലെ വെളിച്ചം കഴിഞ്ഞു. കൊച്ചെവിടെ നീ പോയി കിടന്നു? വിളക്കിന്റെ ചുവട്ടിൽ. അവിടെ വെച്ചാ കൊച്ചിനെ വിളിക്കുന്നത്. എന്റെ ചോദ്യം, ആര് മാത്രമേ വളർത്തിയിട്ടുള്ളൂ? അമ്മ. ആര് വളർത്തിയിട്ടില്ല? പിതാവ് വളർത്തിയിട്ടില്ല. നിങ്ങൾ നോക്കണേ, ഏലി പുരോഹിതന്റെ മക്കള് വഴി തെറ്റി നടക്കുക. 2 മക്കളും, ഓഫ്നിയും ഫിനഹാസും വഴി തെറ്റി നടക്കുക. ഏലി പുരോഹിതന് കണ്ണു കാണാൻ വയ്യ. പക്ഷേ ഈ അമ്മ പഠിപ്പിച്ചതിന്റെ ഗുണമാണ്. കൊച്ച് എവറിഡേ എവിടെ പോയി കിടന്നു? വിളക്കിന്റെ ചൂട്ടിൽ. ഇവരുടെ മ്ലേച്ഛ സ്വഭാവങ്ങൾ കണ്ടിട്ടോ, ഇവരുടെ തെറ്റായ നടപടികൾ കണ്ടിട്ടോ അതിന്റെ കൂട്ടത്തിൽ പോയില്ല. എന്താ കാരണം? അമ്മ വളർത്തിയതിന്റെ ഗുണമാണ്. എത്ര മാതാപിതാക്കളെ കാണിച്ചു തരാമെന്നറിയാം? എത്ര മാതാപിതാക്കളെ ബൈബിളിൽ നിന്ന്. അതിൽ അടുത്ത ഒരു വലിയ റോൾ മോഡലായ ഒരു മാതാവായിരുന്നു മോശയുടെ അമ്മ. അമ്മ മാത്രമേ വളർത്തിയുള്ളൂ. പാലുകൂടി മാറിയപ്പോൾ കൊണ്ട് കൊടുത്തോ? കൊട്ടാരം ആകുന്ന ഇളക്കി നോക്കി കൊച്ചിനെയും കൊണ്ടൊന്ന് മാറ്റാൻ. പക്ഷെ 40 വയസ്സായിട്ടും കൊച്ചു കല്യാണം കഴിച്ചിട്ടില്ല. ആരാ? മോശക്കുഞ്ഞ്. കൊട്ടാരത്തിൽ എന്താ പെൺപിള്ളാരില്ലായിരുന്നോ? സൗന്ദര്യമുള്ള പിള്ളേരില്ലായിരുന്നോ അവിടെ? പക്ഷെ 40 വയസ്സെത്തിയിട്ടും ചെറുക്കൻ കല്യാണം കഴിച്ചിട്ടില്ല. ബൈബിൾ എഴുതിയേക്കുന്ന വേടാ, മിസ്രൈമിലെ സകല നിക്ഷേപങ്ങളെക്കാളും ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് തന്നെ എണ്ണിയെന്ന്. ആര് പഠിപ്പിച്ച? പറഞ്ഞോ ദൈവമക്കളെ, ആരാ പഠിപ്പിച്ചേ? അമ്മ. അവന്റെ ആ നല്ല വയസ്സിൽ ജീവന്റെ വചനം കയറണ്ടിയ പോലെ അവന്റെ ഹൃദയത്തിൽ കയറി. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചാൽ വൃദ്ധനായാലും വിട്ടുമാറൽ. ഒരു ശക്തനായ ലീഡർ എഴുന്നേറ്റ് വരാൻ ഒരമ്മയുടെ പ്രാർത്ഥനയും അമ്മയുടെ കണ്ണുനീരും അമ്മയുടെ പഠിപ്പീരും മോശയുടെ പുറകിലുണ്ടായിരുന്നു. കേട്ടോ, അമ്മ പാല് കൊടുക്കുമ്പോൾ എന്താ കൊടുത്തു? ജീവന്റെ വചനത്തിന് പ്രമാണം പറഞ്ഞു കൊടുത്തു. നമ്മൾ കൊച്ചിന് പാല് കൊടുക്കുമ്പോൾ എന്തോ കൊടുത്തു? കോക്കോമെല്ലാം കൊടുത്തു, കാത്തു കൊടുത്തു, ടോമാഞ്ചെറി കൊടുത്തു. വിജിന് അതൊന്നും ഇപ്പൊ അറിയത്തില്ല, കുറച്ചാൾ കഴിയുമ്പോൾ മനസ്സിലായിക്കോളൂ. എന്താ കൊടുത്തു? കാത്തു, കോക്കോമെലാൻ. പിന്നെ ഈ കൊച്ച് ഇങ്ങനെ ആകാതിരിക്കും? പക്ഷെ യഹൂദൻ എന്ത് കൊടുത്തു കൊച്ചിന്? ബൈബിൾ എന്താ പറയുന്നത് കൊച്ചിന് കൊടുത്തത്? വചനം. പ്യൂർ വചനം കൊടുത്തു. പ്യൂർ വചനം, മായമില്ലാത്ത വചനം. അമ്മ ഉരുവിട്ടുകൊണ്ടിരുന്നു. മോശക്കുഞ്ഞിന്റെ കാര്യം കണ്ടോ? ഒരമ്മ വളർത്തിയതിന്റെ ഗുണമോ? ഇനി ദാനിയേലിനെ നോക്കണം. ദാനിയേലിനെ അപ്പനും അമ്മയും വളർത്തി. 17 വയസ്സെത്തിയപ്പോഴാ ബാബിലോണി രാജാക്കന്മാരെ പിടിച്ചോണ്ട് പോകുന്നത്. യെരുശലേമിൽ നിന്നുകൊണ്ട് ഇറാഖിൽ പിടിച്ചോണ്ട് പോയി. ഇറാഖിലാ ബാബിലോൺ ഉള്ളത്. പിടിച്ചോണ്ട് പോയി. മണിക്കൂറുകൾ നടന്ന് അവിടെ ചെന്ന് ദാവീദ് രാജാവിന്റെ വംശത്തിലുള്ളവരാ ദാനിയേൽ. ബാബിലോണിയ രാജാവായ നെബൂഖദ്നേസർ 2 ഏറ്റവും നല്ല സ്വാദ് ഭോജനം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, ഇതിനകത്തുനിന്ന് എന്ത് വേണേലും, എന്റെ മേശയെന്നുള്ള എന്ത് വേണേലും കഴിച്ചോളാൻ പറഞ്ഞു. ദാനിയേൽ ഇത് കണ്ടപ്പം വായി വെള്ളം ഊറിയില്ല. ദാനിയേൽ പറഞ്ഞു, രാജാവേ, അല്ലെങ്കിൽ ആക്കിയ ഷണ്ണനോട് പറഞ്ഞു, യജമാനനെ, ഞങ്ങൾക്ക് ഈ ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. ഞങ്ങള് ആരാ? എബ്രായർ. ഞാൻ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസവും ചോദിച്ചു, നമ്മുടെ പിള്ളേരായിരുന്നു എന്തോ പറഞ്ഞേനെ? ഇതിനെക്കാട്ടിലും വേറെ വല്ല സാധനം വല്ല കൊണ്ട് കൊണ്ടുവരാൻ പറഞ്ഞേനെ മെനുവിനകത്തുള്ളത്. ചത്തതോ കൊന്നതോ എന്തെങ്കിലുമൊക്കെ കടിച്ചു കീറിയതോ എല്ലാം കൊണ്ടുവരാൻ പറഞ്ഞേനെ. കേട്ടോ, ആ യഹൂദനറിയാം ഞങ്ങളുടെ ശരീരം വിശുദ്ധമാ. ആഹാരം കൊണ്ടുപോലും ഞങ്ങളുടെ ശരീരം അശുദ്ധമാക്കാൻ പറ്റുകയില്ല. അവരമ്മ പഠിപ്പിച്ചതിന്റെ ഗുണം. അമ്മയും അപ്പനും ദാനിയേലിനെ പഠിപ്പിച്ച. മടങ്ങി വരാം. ഹന്ന
ആര് മാത്രമേ വളർത്തിയിട്ടുള്ളൂ? അമ്മ. കേട്ടോ, യഥാർത്ഥത്തിൽ പിന്നീട് കാണാം എല്ലാ ദിവസവും വൈകിട്ട് ദൈവം ഇറങ്ങി വന്നു. ബൈബിൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ശമൂവേലിന്റെ അടുക്ക ദൈവം ഇറങ്ങി വന്നു. ശമൂവേലേ ശമൂവേലേ എന്ന് ഒരു പ്രാവശ്യം വിളിച്ച വിളി മാത്രമല്ല, ബൈബിൾ എഴുതിയിട്ടുണ്ട് വീണ്ടും വീണ്ടും. നിങ്ങൾ പോയി ആ ശമൂവേലിന്റെ 3-ാം അധ്യായം പഠിച്ചു നോക്കണം. 1 ശമൂവേൽ 3. വീണ്ടും വീണ്ടും യഹോവയുടെ വചനത്താൽ ദൈവം പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. ശമൂവേലിന്റെ അടുക്കൽ മറ്റൊരു പിതാവ് ഇറങ്ങി വന്നു. ആ പിതാവ് തന്റെ ബയോളജിക്കൽ ഫാദർ വചനം പഠിപ്പിക്കണമായിരുന്നു. പക്ഷെ ഇവിടെ വെളിപ്പെട്ട പിതാവ് എങ്ങനെയാണെന്നറിയാമോ? യഥാർത്ഥത്തിൽ വചനമായവൻ തന്നെ ഇവിടെ വെളിപ്പെട്ടു. ഓ, അങ്ങനെ എഴുതിയേക്കുന്നത്. The word of the Lord has appeared before Samuel. ശമൂവേലിന്റെ മുമ്പിൽ ആര് വെളിപ്പെട്ടെന്ന? വചനം തന്നെ വെളിപ്പെട്ടു. എന്ന് വെച്ചാൽ യേശു വെളിപ്പെട്ടു, പിതാവ് വെളിപ്പെട്ടു. വെളിപ്പെട്ടിട്ട് ശമൂവേൽ ബാലന്റെ കൂടെ പഠിപ്പിക്കാൻ തുടങ്ങി. അതാ ശമൂവേൽ വളർന്നപ്പം ഇസ്രയേലിൽ ഇതുപോലൊരു വിശ്വസ്ത പ്രവാചകനില്ലായിരുന്നു. ഇസ്രയേലിൽ അവന്റെ വാക്കുകളിൽ ഒന്നും നിലത്തു പോകുവാൻ ദൈവം സമ്മതിച്ചില്ല. എന്താ? അവൻ വളർന്നതും പഠിപ്പിച്ചതും വളർത്തിയതും അമ്മ മാത്രമല്ല, അമ്മ അവൻ അടിസ്ഥാനം ഇട്ടുകൊടുത്തു. രണ്ടാമത് ആര് പഠിപ്പിച്ചു? പിതാവാം ദൈവം, അല്ലെങ്കിൽ വചനമായവൻ യേശു കർത്താവ് പഠിപ്പിച്ചു. പിതാവ് പിതാവ് ഓ മൈ ജീസസ് അല്ലേ? പ്രിയ മാതാപിതാക്കളെ, നിങ്ങളെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് എങ്ങനെ? അങ്ങനെ അവർ വളരുന്നത്. നമ്മുടെ വാക്കുകളെക്കാട്ടിലും കൂടുതൽ നമ്മുടെ സൈലൻസ് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നമ്മുടെ നിശബ്ദത. എൻ്റെ അപ്പനും അമ്മയും എങ്ങനെ ചെയ്യുന്നത് അവൻ നോക്കും, ആ മകൾ നോക്കും. എന്തുവാ ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും. ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം. എവിടെയാണെന്നൊന്നും പറയുന്നില്ല, ചിരിക്കാനും പറ്റും. ഒരു വീട്ടിലെ ചെറുക്കൻ ഭയങ്കര കുസൃതിയാ. ബാംഗ്ലൂരിൽ നടന്ന സംഭവം. ഭയങ്കര കുസൃതിയാ. അവന്റെ കുസൃതി സഹിക്കാൻ വയ്യ, അമ്മയ്ക്ക് സഹിക്കാൻ വയ്യ. വിളിച്ചാ വിളിയൊക്കത്തില്ലായിരുന്നു. അങ്ങനെ ഒത്തിരി കുസൃതിയുണ്ട്. ഒരു ദിവസം അമ്മ ഇന്ന് ദോശ ചുട്ടോണ്ടിരിക്കുക. പിന്നെ വിളിച്ചടാ, എഴുന്നേക്കടാ, സ്കൂളിൽ പോകാൻ എഴുന്നേക്കടാ, ബസ് വരുന്നടാ, ദോശ ചുട്ടോണ്ടിരിക്കുക. ഇവൻ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല. അമ്മ തൊട്ടു നോക്കിയാൽ നല്ല ചൂടാ ദോശയുടെ അതിന് പറയുന്നേ ചട്ടുകത്തിന്. അമ്മ അങ്ങോട്ട് എന്നിട്ട് ഇവൻ ഉറങ്ങിക്കിടക്ക ഇവന്റെ കാലിലോട്ട് വെച്ച് കൊടുത്തു. ഇവൻ അയ്യോ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വേട്ടെന്ന് കുളിച്ചൊരുങ്ങി അവൻ കരഞ്ഞുകൊണ്ട് പോയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പം അവന്റെ അപ്പൻ ഗൾഫിൽ നിന്ന് വന്നു. അപ്പൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. അമ്മ വിളിച്ചു, അപ്പ എഴുന്നേറ്റ് വാ. അപ്പൻ എഴുന്നേറ്റ് 2-3 പ്രാവശ്യം വിളിച്ചു, എഴുന്നേറ്റിട്ടില്ല. അമ്മ അങ്ങോട്ടങ്ങാണ്ട് പോയ പരുവം നോക്കി അവനൊരു ചട്ടുകം പോയി തീയെ വെച്ച് പഠിപ്പിച്ചു അപ്പന് കൊണ്ട് വെച്ചു കൊടുത്തു. നടന്ന സംഭവം. പിള്ളേര് കാണുന്നത് എന്തുവാ അതാ ചെയ്യുന്നത്. നമ്മുടെ ലൈഫിൽ നോക്കണേ. നമ്മുടെ ലൈഫിൽ മാതാപിതാക്കൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആര് കാണുന്നുണ്ട്? പിള്ളേര് കാണുന്നുണ്ട്. പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിയാ. നെയ്തമോനാണെങ്കിൽ അവന് സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഇവനെ ഇപ്പോഴല്ല, 2-3 വർഷങ്ങൾക്ക് പുറകിൽ സ്കൂളിൽ വിട്ടു. അവന്റെ സ്കൂളിലുള്ള ഒരു ടീച്ചറിന് കാല് വയ്യാത്തതാ. അവൻ ആ സ്കൂളിലെ ടീച്ചർ നടക്കുന്ന പോലെ ഞങ്ങളെ ഒന്ന് നടന്നു കാണിക്കും. ഇമിറ്റേറ്റ് ചെയ്യുക. സ്കൂളിലെ ടീച്ചർ എങ്ങനെ നടക്കുന്നേ അവൻ അതുപോലെ നടന്നു കാണിക്കും. കൊച്ചിലെ പിള്ളേർ കണ്ടാ പഠിക്കുന്നേ. എത്ര ഉദാഹരണം വേണം അല്ലേ? ട്രെയിൻ യാത്ര ചെയ്യുക. അപ്പനും മക്കളും എല്ലാം കൂടെ ട്രെയിൻ യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ അപ്പൻ ചായ മേടിച്ചു, കുടിച്ചു കഴിഞ്ഞാൽ ഡിസ്പോസിബിൾ ഗ്ലാസ് കളഞ്ഞു. അങ്ങനെ ചായ മേടിച്ചു കുടിച്ചു. കൊച്ചിന് പാല് കൊടുത്തു. കൊച്ചു കുടിച്ചു കഴിഞ്ഞാൽ കുപ്പി എടുത്ത് വെളി കളഞ്ഞു. കൊച്ചു കുപ്പി എടുത്തിട്ട് കൊച്ചതാ കണ്ടേ. എല്ലാരും ഗ്ലാസ് കളയുന്നു. കൊച്ചെന്തോ പറ്റു കുടിച്ചിട്ട് ആ കുപ്പി എടുത്ത് എന്തോ എടുത്തു. പിന്നെ കൊച്ചിന് പേപ്പർ ഗ്ലാസ് കൊടുത്തെന്ന് അപ്പൻ എന്നോട് പറഞ്ഞേ. ഞാൻ ചുമ്മാ കഥ പറഞ്ഞല്ല. കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കും. നോക്കിയേ, ഇവിടെ ഒരു അപ്പൻ പഠിപ്പിച്ചു. എന്തോ പഠിപ്പിച്ചു? വചനമായവൻ തന്നെ. ആ പിതാവ് നമ്മുടെ അടുക്കൽ ഇറങ്ങി വരട്ടെ. ആ പിതാവ് നമ്മളോട് സംസാരിക്കട്ടെ.
ആ പിതാവ് സംസാരിക്കണം. ഒരമ്മ വളർത്തിയതാ ഇസ്രയേലിലെ ശമൂവേൽ എന്ന് പറഞ്ഞ ശക്തനായ പ്രവാചകൻ. അമ്മ അടിസ്ഥാനം വിട്ടതാ. 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാൻ ആരെ ദൈവം ഉപയോഗിച്ചു? ശമൂവേലിന്. ശമൂവേലിന്റെ മരണസമയത്ത് പോലും മൂപ്പന്മാരെല്ലാം കൂടെ പേടിച്ച് വിറച്ചാ വന്നിരിക്കുന്നത്. ശമൂവേൽ ഒരു പോക്ക് പോയി ബേഥലഹേമിലോട്ട്. ബേഥലഹേമിലെ മൂപ്പന്മാര് മൊത്തം വിറച്ചോണ്ട് വന്ന് ശമൂവേലിന്റെ മുന്നേ വന്നു. അയ്യോ, അങ്ങ് എന്തിനാ ഇവിടെ വന്നേ? ഞങ്ങൾ എന്തേലും തെറ്റ് ചെയ്തോ? വിറച്ചോണ്ട വന്ന് നിൽക്കുന്നെന്നാ ശമൂവേലിന്റെ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത്. മരിക്കുന്ന സമയത്തും എന്തോ വിശ്വസ്തനായിരുന്നു. ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കഴുതയെ ഞാൻ മേടിച്ചോ? നിങ്ങളുടെ കാളയെ ഞാൻ മോട്ടിച്ചോ? ഞാൻ കൈക്കൂലി മേടിച്ച് മറിച്ചു കളഞ്ഞോ? ആരെങ്കിലും പറ. ഒരാൾക്ക് പോലും ഒന്നും പറയാനില്ല. ഇത്ര വിശ്വസ്തൻ. ദൈവം ചില ദൈവമക്കളെ വിശ്വസ്തരായി പണിയട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങളെ വിശ്വസ്തത ഇളക്കിക്കളയാൻ ചിലത് വരും. അവിടെ നിങ്ങൾ വിശ്വസ്തരാന്ന് പ്രൂവ് ചെയ്യേണ്ടി. നിങ്ങളുടെ വിശുദ്ധിയെ ഇളക്കിക്കളയാൻ ചിലത് വരും. അവിടെ നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടിയേ നിങ്ങൾ വിശുദ്ധരാണെന്ന്. കേട്ടോ, അവിടെ പ്രൂവ് ചെയ്യേണ്ടിയത്. നമ്മൾ എപ്പോഴാണ് നമ്മുടെ ലൈഫിൽ ചലഞ്ച് വരുന്നത്, അവിടെയാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടിയത് നമ്മൾ ദൈവവൈതലാണ്. കേട്ടോ, ഇതെന്നും നമ്മൾ മറക്കല്ലേ. വിശ്വസ്തനായ ഒരു പ്രവാചകനെ വളർത്തിയെടുക്കാൻ ബേസ് ഇട്ടത് ആരാ? അമ്മ. ആ ഹന്നായിക്ക് പിന്നെ മക്കളിനെ ദൈവം കൊടുത്തു. കേട്ടോ, ഹന്നായിക്ക് മക്കളെ ദൈവം കൊടുത്തു. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഒരമ്മ വളർത്തിയതിന്റെ ഗുണം നോക്കിയേ. രാജ്യത്തിന് പ്രയോജനപ്പെടുന്നവനാക്കി ആ കൊച്ചു മാറി. ഇനിയും ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് അടുത്ത അമ്മയെ കുറിച്ച് പറയുന്നതിനെക്കാട്ടും മുമ്പ് ഇടയ്ക്ക് മറ്റൊരു ഉദാഹരണം അങ്ങ് പറയാം. പുതിയ നിയമത്തിൽ ഒരു മകളുണ്ടായിരുന്നു, ഹെരോദാവിന്റെ ഭാര്യ, അല്ലെ, ഹെരോദിയയുടെ മകൾ. യോഹന്നാൻ സ്നാപകൻ ജയിലിൽ കിടക്കുക. ഈ കൊച്ച് ആ രാജാവിന്റെ, ഹെരോദ രാജാവിന്റെ അല്ലേ, രാജാവിന്റെയോ അതിന്റെ ഒരു പിറന്നാളിന് അന്ന് ഭയങ്കര ഒരു നൃത്തം ചെയ്തിട്ട് രാജാവിന് ഇഷ്ടപ്പെട്ടപ്പോൾ ചോദിച്ചത് എന്ത് വേണമെന്ന് ചോദിച്ചു. അവൾ പോയി അമ്മയോട് ചോദിച്ചു എന്ത് വേണമെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, ആ യോഹന്നാൻ സ്നാപകന്റെ തല ഒരു ശിരസിൽ ഒരു താലത്തിലിങ്ങി തരാൻ. അമ്മ ഗിഫ്റ്റ് പറഞ്ഞതാ, യോഹന്നാൻ സ്നാപകന്റെ തല. ആ യോഹന്നാൻ സ്നാപകൻ എന്നും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാക്കാ, അവൻ വളരണം, ഞാൻ കുറയണം. കേട്ടോ, യോഹന്നാന്റെ ശിഷ്യന്മാര് പോലും യേശുവിന്റെ കൂടെ പോയി. അന്നേരം പറഞ്ഞു, അവൻ വളരണം, ഞാൻ കുറയണം. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാന് യോഗ്യനല്ല. ആ തല വെട്ടിയെടുത്ത് രക്തം വാർന്നൊഴിക്കുന്ന ആ തല കൊണ്ടുവന്നു, താലത്തി വെച്ചുകൊണ്ട് കൊടുത്തു. മോൾക്ക് കൊണ്ട് കൊടുക്കുക. മോൾ അമ്മയ്ക്ക് കൊടുത്തു കാണും. ആ തലയുമായിട്ട് വരുമ്പോൾ ഒരു ചരിത്രകാരൻ അല്ലെങ്കിൽ ഒരാള് ഒരു ഭംഗിയിൽ എഴുതിയേക്കുന്ന വേർഡായിരിക്കാം, പക്ഷെ ഒരു ഭയങ്കര ആശയമുണ്ട്. ആ തലയുമായിട്ട് വരുമ്പോഴും തലയുടെ ജീവൻ പോയിട്ടില്ല. തലയിലെ മാംസങ്ങളൊക്കെ അനങ്ങുന്നുണ്ട്, ചുണ്ടും അനങ്ങുന്നുണ്ട്. ഒരാള് ചുണ്ടടുക്കിലോട്ട് വെച്ചപ്പോ, ചെവി അടുക്കിലോട്ട് വെച്ച് ചുണ്ടിനടുക്കിലോട്ട്, ഇദ്ദേഹം എന്തുവാ ഈശ ഉടലില്ലാത്ത ശരീരം ഇരുന്ന് പറയുന്നതെന്ന് കേൾക്കാൻ. ചെവി അടുക്കിലോട്ട് വെച്ചപ്പം യോഹന്നാന്റെ ചുണ്ട് അനങ്ങിക്കൊണ്ടിരിക്കുന്ന, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്തോന്ന് അറിയാമോ? ഞാനോ കുറയണം, അവനോ വളരണം. ഞാനോ കുറയണം, അവനോ. അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനോ കുറയണം, അവനോ. ആ ശിരസ് വെട്ടിമാറ്റിയ ശിരസ് അവസാനം വരെ സംസാരിച്ചുകൊണ്ടിരുന്നു. പറഞ്ഞിരുന്നത് എന്തുവാണെന്നറിയാമോ? ഞാനോ കുറയണം, യേശുവോ വളരണം. ഞാനോ കുറയണം, യേശുവോ വളരണം. ഒരമ്മ പറഞ്ഞു കൊടുത്തതാ. എന്തുവാ ഗിഫ്റ്റ് ചോദിച്ചേ? യോഹന്നാൻ സ്നാപകന്റെ തല. കേട്ടോ, നീ മടങ്ങി വരാം. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞ മറ്റൊരമ്മയെ കുറിച്ച് നമുക്ക് പറയാം. മറ്റൊരു മാതാവ്. നമുക്കിനകത്തൂടെ ഈ മദേഴ്സ് ഡേക്ക് അന്ന് പഠിക്കാനുള്ള കാര്യമാണ്. നമ്മൾ പഠിക്കുമ്പോൾ ഭയങ്കര എൻകറേജ് ചെയ്യുന്ന കാര്യം മാത്രം പഠിച്ചിട്ട് നമ്മുടെ ലൈഫിൽ ചില ചെത്തപ്പെടുന്ന കാര്യങ്ങളും കൂടെ പഠിക്കണം. എന്നിട്ട് നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ നമുക്ക് ദൈവം എങ്ങനെ ആഗ്രഹിക്കുന്നോ അത് ചോദിച്ച് കർത്താവിനോട് അങ്ങനെ പണിയണമേ എന്ന് നമ്മളെ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പോകും. രണ്ടാമത്തെ അമ്മയുടെ വയറ്റിൽ കുഞ്ഞ് കിടന്നപ്പം അമ്മയ്ക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട്
അമ്മ പ്രാർത്ഥിക്കാൻ പോയപ്പം ഉദരത്തിൽ വെച്ച് തന്നെ ദൈവം പറഞ്ഞു കൊടുത്തു, നിന്റെ ഉദരത്തിൽ 2 മക്കളുണ്ട്. ഞാൻ അവിടെ തൊട്ട് പറയുന്നത് എന്തിനാണെന്നറിയാം, ചിലത് മനസ്സിലാക്കാൻ. ഉദരത്തിൽ വെച്ച് തന്നെ ദൈവം പറഞ്ഞു കൊടുത്തു, നിന്റെ ഉദരത്തിൽ 2 കുഞ്ഞുങ്ങളുണ്ട്, മൂത്തവൻ ഇളയവനെ സേവിക്കും. പുറത്തു വന്നിട്ടില്ല, അതിനു മുമ്പേ പറഞ്ഞു മൂത്തവൻ ഇളയവനെ സേവിക്കും. 2 മക്കൾ ജനിച്ചു. മക്കൾക്ക് പേരിട്ടു ഏശാവ്, യാക്കോബ്. ഏശാവ് നായാട്ടിലും അവൻ അതിനകത്ത് വീരനായിരുന്നു, നായാട്ടും വീരനായിരുന്നു. യാക്കോബ് കൂടാരവാസിയായിരുന്നു, കൂടാരവാസി. പക്ഷേ കൂടാരവാസി ആയിരുന്നെങ്കിലും പുള്ളിയുടെ ഇല്ലാത്ത വാസങ്ങൾ ഉണ്ടായിരുന്നതാണ് അല്ലേ. പുള്ളിക്ക് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റാനുള്ള എല്ലാ വാസനയും പുള്ളിക്കുണ്ടായിരുന്നു. പക്ഷേ ബൈബിൾ എഴുതിയേക്കാം, അപ്പൻ ആരെ സ്നേഹിച്ചു? ഏശാവിനെ. അമ്മ ആരെ സ്നേഹിച്ചു? യാക്കോബിനെ. അമ്മ വീട്ടിൽ പാർഷ്യാലിറ്റി കൊണ്ടുവരാൻ തുടങ്ങി. അപ്പനും അമ്മയും കൊണ്ടുവന്നു, അപ്പനും കൊണ്ടുവന്നു, അമ്മയും കൊണ്ടുവന്നു. അപ്പന്റെ കണ്ണു മങ്ങി. അപ്പൻ അനുഗ്രഹിക്കുന്ന സമയത്ത് അമ്മ വലിയൊരു പാർഷ്യാലിറ്റി ചെയ്തു. ഓൾറെഡി ദൈവം മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് ഉദരത്തിൽ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാ നമ്മുടെ ട്രിക്കി പണി? എന്റെ ചോദ്യം അതാ, എന്തിനാ നമ്മുടെ ട്രിക്കി പണി? ദൈവത്തിന് മന്ത്രിയായിരിക്കാൻ നമ്മളെ ആരെങ്കിലും ദൈവം വിളിച്ചിട്ടുണ്ടോ? ഈ അമ്മ എന്തോ എടുത്തെന്നറിയാമോ? യാക്കോബിനെ ഏശാവിന്റെ അനുഗ്രഹം തട്ടിയെടുക്കാൻ ഈ അമ്മ സഹായിച്ചു. കുഞ്ഞുങ്ങളുടെ അകത്ത് 2 കുഞ്ഞുങ്ങളെ തമ്മിൽ പാർഷ്യാലിറ്റി ഇന്ന് ഭയങ്കര വിഷയമാണ്. പല രീതികളിലാണ് പാർഷ്യാലിറ്റി. മൂത്തവൻ ഇളയവൻ, കറുത്തവൻ വെളുത്തവൻ, മിടുക്കൻ മിടുക്കൻ അല്ലാത്തവൻ. പിന്നെന്തൊക്കെയാ? അവൻ ഭയങ്കര ടാലന്റാ, മറ്റവൻ ടാലന്റ് അല്ല. മിടുക്കി അല്ലാത്തവൾ, ആണ് പെണ്ണ്. പല രീതികളിലാണ് കുഞ്ഞുങ്ങളെ പാർഷ്യാലിറ്റി കാണിക്കുന്നത്. പണത്തിന്റെ പേരിൽ, കളറിന്റെ പേരിൽ, വിദ്യാഭ്യാസത്തിന്റെ പേരിൽ പല രീതികളിൽ കൊച്ചുങ്ങളോട് പാർഷ്യാലിറ്റി കാണിക്കും. അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് എന്തു പറ്റുമെന്നുള്ളത് വചനത്തിൽ കൂടെ ദൈവം എന്നോട് പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇന്ന് ചില വീടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. എത്ര വീടുകളുണ്ടെന്നറിയാം? എത്ര വീടുകൾ പാർഷ്യാലിറ്റി കാണിച്ച വീടുകൾക്ക് എന്താ സംഭവിക്കുന്ന അറിയാമോ? അമ്മ കാണിച്ചതാ, അപ്പനും കാണിച്ചതാ. യാക്കോബ് അപ്പന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം മേടിച്ചു. ആദ്യത്തെ മിമിക്രിക്കാരൻ യാക്കോബായിരുന്നു. ഏശാവിന്റെ സൗണ്ടിൽ പുള്ളി കാര്യം പറഞ്ഞു. ആദ്യത്തെ ഫാൻസി ഡ്രസ്സുകാരനും ആരായിരുന്നു? യാക്കോബായിരുന്നു. ഏശാവിന്റെ ഡ്രസ്സ് ഇട്ടോണ്ടാ പുള്ളി മിമിക്രി കാണിച്ചു. കണ്ടോ? കാണിച്ച് അനുഗ്രഹം മേടിച്ചു. അപ്പന് പോലും പിടുത്തം കിട്ടിയില്ല. അത്ര പെർഫെക്റ്റ് ആയിരുന്നു മിമിക്രി, അത്ര പെർഫെക്റ്റ് ആയിരുന്നു സൗണ്ടൊക്കെ. അതേ മോഡുലേഷനിൽ അടിച്ചു പുള്ളി. പക്ഷേ അമ്മ പറഞ്ഞു, ആ ശാപം എൻ്റെ മേൽ വരട്ടെ, നിന്റെ മേൽ വരുന്ന ശാപം എൻ്റെ മേൽ വരട്ടെ എന്ന് പറഞ്ഞു. അമ്മ പാർഷ്യാലിറ്റി കാണിച്ചതാ. പിന്നീട് സംഭവിച്ചത്, ആ സ്വന്തം ഇഷ്ടപുത്രൻ കൂടാരവാസിയായവൻ അവിടെ അധികം നാൾ നിന്നില്ല. താൻ നേരെ എങ്ങോട്ട് ഓടിയെന്നറിയാമോ? നേരെ അരാമിലേക്ക് ഓടി. അരാമിനായ ലാബാന്റെ അടുക്ക പോയി. സിറിയ എന്നാണ് അരാമിന്റെ പേര്. സിറിയയിലേക്ക് പോയി. അവിടെ ചെന്നു അവരങ്ങ് കളിപ്പിച്ചു. ആ ലാബാൻ ഒരു 10 വട്ടം കളിപ്പിച്ചു. 10 വട്ടം. 21 വർഷത്തെ കണക്കായിരുന്നു ഉണ്ടായിരുന്നത്. 21 വർഷത്തെ കണക്ക്. 10 വട്ടം കളിപ്പിച്ചു. ഇനി ഈ യാക്കോബ് അമ്മയുടെ അടുക്കേന്ന്, അപ്പന്റെ അടുക്കേന്ന് എങ്ങോട്ട് പോയി? അരാമിൽ പോയി. പക്ഷേ ഏശാവ് എന്ത് ചെയ്തെന്നറിയാമോ? ഏശാവ് തന്റെ അനുഗ്രഹം അനിയൻ തട്ടിയെടുത്തു. ഇതെല്ലാം അറിഞ്ഞിട്ട്, അമ്മയും കൂട്ടുനിന്നു എന്ന് അറിഞ്ഞിട്ട്, അപ്പനും അമ്മയ്ക്കും ഇഷ്ടമല്ലാത്ത സകല സ്ത്രീകളെയും പോയി കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടു. ഹിത്യ സ്ത്രീകൾ, ഇസ്മായേലിന്റെ സഹോദരി, ഏതൊക്കെ പ്രമാണം തെറ്റിക്കാം അവൻ തെറ്റിച്ചു. യാക്കോബ് കൊണ്ടുവന്ന സ്ത്രീകൾ നിമിത്തം, ഏശാവ് കൊണ്ടുവന്ന സ്ത്രീകൾ നിമിത്തം ഈ അമ്മ പറയുക, അയ്യോ ആ ഹിത്യ സ്ത്രീകൾ നിമിത്തം എൻ്റെ ജീവൻ എനിക്ക് അസഹ്യമായിരിക്കുന്നു. ഇനി അടുത്തത്, യാക്കോബ് പോയിട്ട് നിങ്ങൾ എഴുതി വെച്ചോ, അമ്മയുടെ മരണം വരെ, മരിക്കുമ്പം പോലും മോൻ വന്ന് കാണാൻ വന്നിട്ടില്ല. ജീവകാലത്തിൽ പിന്നെ റിബേക്ക എന്നല്ലേ, റിബേക്ക
കണ്ടിട്ടില്ല. യാക്കോബിനെ കണ്ടിട്ടില്ല. ഇസഹാക്കിന്റെ ഭാര്യ റിബേക്ക യാക്കോബിനെ കണ്ടിട്ടില്ല. 2 മക്കളുണ്ടായിരുന്നു. 2 മക്കളും പോയി, നശിച്ചു പോയി, തകർന്നു പോയി. തകർന്നു പോയി എന്ന് പറഞ്ഞാൽ അമ്മ കണ്ടിട്ടില്ല. യാക്കോബ് തകർന്നു പോയി എന്നല്ല, യാക്കോബ് ലാബാന്റെ വീട്ടിൽ പോയി. ദൈവം തന്റെ കൂടെ ഇരുന്നു, അനുഗ്രഹിച്ച ദൈവം മടക്കി കൊണ്ടുവന്നു, അതെല്ലാം ഉണ്ട്. പക്ഷെ ഈ അപ്പനും അമ്മയ്ക്കും പാർഷ്യാലിറ്റി കാണിച്ചത് നിമിത്തം എന്തു പറ്റി? മക്കള് 2ഉം അപ്പന്റെ അമ്മയുടെയും കൂടെ ഇല്ലാതായിപ്പോയി. അപ്പന്റെ അമ്മയുടെയും കൂടെ ഇല്ലാതായിപ്പോയി. ഈ മക്കൾ അമ്മയെ വിളിക്കത്ത് പോലും ഇല്ലായിരുന്നു. എന്റെ ഭാഷയെ പറഞ്ഞു, ഈ അപ്പനെ വിളിക്കത്ത് പോലും ഇല്ലായിരുന്നു. 2 മക്കൾ. എന്താ പറ്റിയ കാരണം? അമ്മയും അപ്പനും പാർഷ്യാലിറ്റി കാണിച്ചു. അമ്മ അതിന് കൂടുതൽ കൂട്ടുന്നു. പാർഷ്യാലിറ്റി കാണിക്കുന്ന വീടുകൾ അവരിലെ ഏറ്റവും ലാസ്റ്റിൽ ഏകാന്തതയിലായിരിക്കും. ഏകാന്തത നമ്മുടെ ലൈഫിൽ വലിയൊരു പാഠമായി തീരട്ടെ. വലിയൊരു പാഠമായി തീരട്ടെ. ദൈവമേ, ഞങ്ങളുടെ ആരുടെ ലൈഫിൽ ഇത് വരാതെ കേട്ടോ. നമ്മുടെ ആരുടെ ലൈഫ് നിങ്ങൾ ഇതിന്റെ മറുവശം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ ഇന്നത്തെ കാര്യം കൂടെ മനസ്സിലാക്കണം. ഇന്ന് മക്കൾ ജോലിക്ക് പോകുന്നുണ്ട്. ഇന്ത്യയിലും പല സ്ഥലങ്ങളിലും ജോലി സാധ്യത ഇല്ലാത്തതുകൊണ്ട് പലയിടത്തും ജോലിക്ക് പോകുന്നുണ്ട്. അപ്പനോടും അമ്മയോടും സ്നേഹവും മക്കൾ കരുതലും വാഞ്ചയും എല്ലാം ഉള്ള അതിന്റെ കാര്യമല്ല പറയുന്നത്. അമ്മയെ ടേക്ക് കെയർ ചെയ്യുന്ന, അപ്പനെ ടേക്ക് കെയർ ചെയ്യുന്ന, അവരുടെ കാര്യങ്ങളെ നോക്കുന്ന, അവരെ ഹെൽപ്പ് ചെയ്യുന്ന, അവരെ വിളിച്ച് സംസാരിക്കുന്ന, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങളുണ്ട്, നല്ല കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ അപ്പനോടും അമ്മയോടും മിണ്ടത്തില്ല. എന്താന്ന് പറയുക? അവരുടെ അകത്ത് മുറിവ് കിടക്കുക. പിതാവിനെ കൊല്ലാൻ നടക്കുന്ന മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. പിതാവിനെ കൊല്ലാൻ നടക്കുന്ന മക്കളെ, ആ മക്കളെ എന്ത് പറയണം? ചിലതൊന്നും പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ ലൈവ് പോകേണ്ടി വരും. പറയാൻ പറ്റും, പക്ഷെ ലൈവ് പോകുന്നോണ്ട് പറയുന്നില്ല. അപ്പനെ എങ്ങനെ പെമ്മക്കള് അൺറെസ്പെക്ട് ചെയ്യാമോ? അതിന് പകരം നീ ദൈവവൈതലാണെങ്കിൽ, എന്നെ ലൈവിൽ കൂടെ കേൾക്കുന്നവർ ആരല്ല, ഇതിൽ കൂടെ കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവവൈതലിനെ പറ്റിയതല്ല. നിനക്ക് നന്മയുണ്ടാകാനും നിനക്ക് ദീർഘായുസ് ഉണ്ടാകാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. നന്മ ഭൂമിയിൽ നിന്നുണ്ടാകുന്നതാണ്, അനുഗ്രഹം സ്വർഗത്തിൽ നിന്ന് വരുന്നു. നന്മ എവിടെ നിന്നുണ്ടാകുന്ന? ഭൂമിയിൽ നിന്ന്. പക്ഷെ അനുഗ്രഹം എവിടെ നിന്ന് വരുന്ന? സ്വർഗത്തിൽ. വലിയൊരു അനുഗ്രഹം. അപ്പനെയും അമ്മയും ബഹുമാനിക്കുക കേട്ടോ. മടങ്ങി വരാം. അമ്മ 2 അമ്മമാരുടെ കാര്യം ഞാൻ പറഞ്ഞു. പക്ഷെ ഇനി 1ാമത്തെ അമ്മയിലേക്ക് മടങ്ങി വരാം. 1ാമത്തെ അമ്മയിലേക്ക്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മളോട് സ്നേഹിക്കുന്നവരും കരുതുന്നവരും നമ്മളോട് സംസാരിക്കുന്നവരും അവരുടെ കാര്യങ്ങൾ നോക്കുന്നവരും അല്ലേ, അവരുടെ വാർദ്ധക്യത്തിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരും ആകട്ടെ. ഇതിന് 2 എക്സ്ട്രീം വശങ്ങളാണ് ഞാൻ പറഞ്ഞ്. എക്സ്ട്രീം വശം കേട്ടോ. എക്സ്ട്രീം വശം. നമുക്ക് ഹന്നായുടെ അടുക്കലേക്ക് വരാം. ഹന്ന കൊണ്ട് എന്തോ ചെയ്തു? കുഞ്ഞിനെ എവിടെ കൊണ്ട് കൊടുത്തു? ദേവാലയത്തിൽ കൊടുത്തു. ഹന്നായിക്ക് ദൈവം വേറെ കുഞ്ഞുങ്ങളെ കൊടുത്തു. നമ്മൾ ചിലതൊക്കെ കണ്ണു തുറന്ന് നോക്കണം. കണ്ണു തുറന്ന് മനസ്സിലാക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അവരെവിടെ, ഏത് ലോകത്തിന്റെ ഏത് രാജ്യത്തുമാകട്ടെ, ഒത്തിരി മാതാപിതാക്കളുടെ മക്കൾ ഗൾഫിലാണ്. പ്രത്യേകിച്ച് കേരളവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ മാതാപിതാക്കളുടെ മക്കൾ കേരളത്തിലും അമേരിക്കയിലും പല രാജ്യങ്ങളിലാണ്. പക്ഷേ ആ മക്കൾക്കൊക്കെ മാതാപിതാക്കളോട് സ്നേഹമുണ്ട്. ഞാൻ ആ കാര്യങ്ങളല്ല പറഞ്ഞു. എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടവ് ഞാനിപ്പോൾ നോക്കുക. എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടവ് അപ്പനെയും അമ്മയും ഗൾഫിൽ കൊണ്ടുപോയി, അപ്പനെയും അമ്മയും അമേരിക്കയിൽ കൊണ്ടുപോയി, യൂറോപ്പിൽ കൊണ്ടുപോയി. അവരോട് പറഞ്ഞ് അവിടെ താമസിക്കാൻ. അവർ പറഞ്ഞു ഞങ്ങൾക്ക് താമസിക്കണം, ഞങ്ങൾക്ക് നല്ല വീട് കിടപ്പുണ്ട്, ഞങ്ങൾ അവിടെ പോയി താമസിച്ചോളാം. പക്ഷെ മക്കളോട് പറയാൻ പറ്റത്തില്ല, നാട്ടിൽ വന്ന് നിന്നാൽ ജോലിയില്ല. പക്ഷെ മക്കൾ വിളിക്കുകയും വീഡിയോ കോൾ ചെയ്യുകയും സംസാരിക്കുകയും
അപ്പനും അമ്മയും അവരുടെ വലിയ വീടിനകത്ത് ഇന്നും താമസം. കാരണം അവർ കഷ്ടപ്പെട്ട് വേണം. എൻ്റെ അപ്പനും അമ്മയും അങ്ങനെ ആയിരുന്നു. എൻ്റെ അപ്പനും അമ്മയും അങ്ങനെ ആയിരുന്നു. കാരണം അവർ കഷ്ടപ്പെട്ട വീടായതുകൊണ്ട് അവർ ജന്മം ചെയ്ത് അവിടുന്ന് പോരത്തില്ല. ജന്മം ചെയ്ത് അവിടുന്ന് പോരത്തില്ല. എന്തോ ചെയ്ത് അത് അവർ അധ്വാനിച്ച് പണിത, അവരവിടെ തന്നെ അവരുടെ കാര്യങ്ങളും അവരും അതുമായിട്ട് ജീവിക്കാം. എത്രയോ മല്ല് പിടിച്ച് അവരെ ബാംഗ്ലൂരിൽ കൊണ്ടുവന്നു. എത്രയോ മല്ല് പിടിച്ച്. ഇന്നും എൻ്റെ മാതാപിതാക്കള് മറ്റൊരു സ്ഥലത്ത് താമസിക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ട്. പക്ഷേ മാതാപിതാക്കളെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. ഞാൻ പറഞ്ഞ കാര്യം ഇതുപോലല്ല. പറഞ്ഞ കാര്യം പാർഷ്യാലിറ്റി കാണിച്ച് മക്കൾ രണ്ടും തകർന്നുപോയി. അമ്മയുടെ ഇഷ്ടപുത്രൻ പോലും വരാതായി. കേട്ടോ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളെ നല്ലൊരു മാതാപിതാക്കളാക്കണേ. അല്ലേ? ഒരമ്മ പണിതതിൻ്റെ ഗുണമാണ്. കേട്ടോ, ഒരമ്മ പണിതതിൻ്റെ ഗുണമാണ്. ഭയങ്കര. ഇനി കുറെ ചരിത്രങ്ങൾ കിടപ്പുണ്ട്. പോട്ടെ, നമുക്ക് പിന്നീട് പഠിക്കാം. ഒരമ്മ പണിതതിൻ്റെ ഗുണമാണ്. ആ കുഞ്ഞ് എവിടെ പോയി കിടന്നു? നിലവിളക്കിന്റെ ചുവട്ടിൽ. ആ കുഞ്ഞിന് വേറെ എവിടെയെങ്കിലും പോകത്തില്ലായിരുന്നോ? പോകാമായിരുന്നു. പക്ഷെ ആ കുഞ്ഞ് പോയില്ല, വിളക്കിന്റെ ചുവട്ടിൽ കിടന്നു. പ്രിയ മാതാപിതാക്കളെ, ഇന്ന് മദേഴ്സ് ഡേ ആണ്. യഹൂദൻ എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്? അവർ വചനം കൊടുത്ത വളർത്തുന്നു. 13-ാമത്തെ വയസ്സെത്തിക്കഴിയുമ്പം അപ്പനും അമ്മയും പറയും, അപ്പം വന്ന് പറയും, കർത്താവേ, എനിക്ക് 31-ാമത്തെ വയസ്സിൽ എനിക്ക് തന്ന കുഞ്ഞിനെ ഞാൻ എൻ്റെ ഉത്തരവാദിത്തം ചെയ്തു. അങ്ങയുടെ കൈകളിലേക്ക് ഞാൻ തരുന്നു. ഇന്ന് തൊട്ട് എൻ്റെ റെസ്പോൺസിബിലിറ്റിന്ന് എന്നെ റിലീസ് ചെയ്യുന്നതിനായി, എൻ്റെ റെസ്പോൺസിബിലിറ്റിന്ന് എന്നെ റിലീസ് ചെയ്തതിനായി സ്തോത്രം. ഇന്ന് തൊട്ട് 13 വയസ്സുള്ള കൊച്ച ഉത്തരവാദിത്വം എടുത്ത് പോകുന്നത്. 13 വയസ്സിന് മുമ്പേ ഉള്ള ഉത്തരവാദിത്വം മൊത്തം ആർക്കാ? അപ്പനും അമ്മയ്ക്കും. 13 വയസ്സ് കഴിഞ്ഞാൽ ഉത്തരവാദിത്വം ആരാ എടുക്കണ്ടേ? അല്ലല്ല, 13 വയസ്സ് കഴിഞ്ഞ ആ കൊച്ച ഉത്തരവാദിത്വം എടുക്കണ്ടേ. സിനിയാണ്ടി ഇസ്രയേലി ജോലി ചെയ്താ 13 വയസ്സ് കഴിഞ്ഞ പിള്ളേരൊക്കെ അവിടെ ജോലിക്ക് പോവാനി, പലയിടത്തും ജോലിക്ക് പോകും. 13 വയസ്സ് കഴിഞ്ഞാൽ പിള്ളേർ ഉത്തരവാദിത്വം എടുക്കണം. നമ്മൾ ആ 13 തിരിച്ചിട്ടാൽ പോലും ഇതുവരെ ഉത്തരവാദിത്വം എടുത്തിട്ടില്ല. നമ്മുടെ പിള്ളേർ 13 തിരിച്ചിട്ടു, 31 എന്നിട്ടും ഇന്നും റെസ്പോൺസിബിലിറ്റി എടുക്കാത്ത പിള്ളേരുണ്ട്. ആരുടെ കുഴപ്പമാണ്? ഇന്നത്തെ മീറ്റിങ്ങിന് വരണ്ടായിരുന്നല്ലേ? ഇല്ല. കുഞ്ഞുങ്ങളെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പഠിപ്പിക്കണം. അവരെ ഒരു നേച്ചർ നമ്മൾ എങ്ങനെ പഠിപ്പിക്കുന്നത്? നിങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിയിട്ടുണ്ടോ? ഒരു സമയം കഴിയുമ്പോൾ തള്ളക്കോഴി എന്തോ കൊടുക്കും? ബേർഡ്സ് എന്തോ കൊടുക്കും? ഈഗിൾ എന്തോ കൊടുക്കും? ഈഗിള് തന്നെ അതിനെ ഇര പഠിപ്പിക്കാനും പറക്കാനും പഠിപ്പിക്കും. ഓക്കെ, നമ്മുടെ കുഞ്ഞുങ്ങൾ റെസ്പോൺസിബിലിറ്റി എടുത്ത് പഠിക്കട്ടെ. അവരതിൻ്റെ ഭാരമെടുത്ത് മുഖമെടുത്ത് പഠിച്ചാൽ അവരുടെ ലൈഫിൽ ഏറ്റവും ബ്ലെസ്സിങ് ആയിരിക്കും. മടങ്ങി വരാം. മാതാപിതാക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്നും നിങ്ങളുടെ കൂടെ ഇരിക്കണം. ഒരിക്കലും അവരെ വിട്ടുപോകലെന്നല്ല എല്ലാ മാതാപിതാക്കൾക്കും ആഗ്രഹം, അങ്ങനെ കൺസേൺ. പക്ഷെ നേച്ചർ നമ്മളെ പഠിപ്പിക്കുന്നു. എന്താ പഠിപ്പിക്കുന്നു? കുഞ്ഞുങ്ങളെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ റിലീസ് ചെയ്യണം. നിങ്ങളുടെ പറച്ചിൽ കേട്ടാൽ അറിയാം റിലീസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന്. കുഞ്ഞുങ്ങളെ റിലീസ് ചെയ്യണം. അവർ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ വളരട്ടെ. ഒരു പ്രായം കഴിയുമ്പോൾ അല്ലേ? ഇന്നിപ്പം നമുക്കെല്ലാം പ്രസംഗിക്കാൻ എളുപ്പമാണ്, പക്ഷെ കാര്യത്തിലോട്ട് വരുമ്പോൾ അറിയാം അല്ലേ? എല്ലാ മാതാപിതാക്കൾക്കും വേദനയാണ്. പക്ഷെ കുഞ്ഞുങ്ങൾ റെസ്പോൺസിബിലിറ്റി എടുക്കണമെങ്കിൽ എന്തോ ചെയ്യണം? മാതാപിതാക്കൾ അവരെ റിലീസ് ചെയ്യണം. യഹൂദന്റെ മാതാപിതാക്കൾ 13-ാമത്തെ വയസ്സിൽ കൊച്ചിനെ റിലീസ് ചെയ്യും. മടങ്ങി വരാം. നല്ല പേരൻറ്റിങ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ. നല്ല പേരൻറ്റിങ് ആശയങ്ങളിൽ കൂടെ
സ്ട്രോങ് ലീഡർഷിപ്പിൽ കൂടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കാണട്ടെ. സ്ട്രോങ് ലീഡർഷിപ്പ് കാണട്ടെ. നല്ല ആശയങ്ങളിൽ കൂടെ കേട്ടോ കുഞ്ഞുങ്ങളോട് പഠിപ്പിച്ചു കൊടുക്കാൻ. ചില പിള്ളേരുടെ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമായി. ഞങ്ങളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഒരു ചെറുക്കൻ 17-18 വയസ്സുള്ള ചെറുക്കൻ, 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുക്കൻ മദ്യപിച്ച് അവൻ വല്ലാതായി. വണ്ടി ഓടിച്ചിട്ട് പോയി. പോലീസ് പിടിച്ചു. അവനെ മെഡിക്കൽ പരിശോധനയ്ക്ക് എങ്ങാണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പം അവനോട് ചോദിച്ചു, നിന്റെ പ്രായത്തിൽ ഒരു നേഴ്സ് സിസ്റ്റർ ചോദിച്ചു, എന്തിനാ മോനെ നിന്റെ ഈ നല്ല പ്രായത്തിൽ നീ മദ്യപിച്ച് കളയുന്ന, ആയുസ് കളയുന്ന, ജീവൻ കളയുന്നത്? നീ എന്തിനാ? നിന്റെ ലൈസൻസ് റദ്ദാക്കും അവര്. 18 വയസ്സ് കഴിഞ്ഞ് കാണുവാന് നിന്റെ ലൈസൻസ് റദ്ദാക്കും. ഇവൻ തിരിച്ച് ആ നേഴ്സിനോട് പറഞ്ഞ ആശയം എന്തോന്നറിയാം? ആശയം തിരിച്ചു പറയാ, എന്തിനാ മേഡം ഗവൺമെന്റ് എന്റെ ലൈസൻസ് റദ്ദാക്കുന്നേ? ഗവൺമെന്റ് തരുന്ന സാധനം ഞാൻ ഗവൺമെന്റിന് ടാക്സ് കൊടുത്തിട്ടല്ലേ മേടിച്ചു കുടിച്ചേ? ഗവൺമെന്റ് തരുന്ന സാധനം ഞാൻ ഗവൺമെന്റിന് ടാക്സ് കൊടുത്തിട്ടാ മേടിച്ചു കുടിച്ചേ. പിന്നെ ഇവരെന്തിനാ എന്നെ പിടിക്കുന്നത് കേട്ടോ? ഇപ്പം ഞങ്ങളെല്ലാവരും കൂടെ കൂടി എന്ന് പറയുമ്പോൾ ഒരാൾ പറയാ, ഗവൺമെന്റ് തരുന്ന സാധനമാ നീ കുടിച്ചതെങ്കിൽ ഗവൺമെന്റ് ഒത്തിരി സാധനം തരുന്നുണ്ട്, അതെല്ലാം നീ പോയി ടേസ്റ്റ് ചെയ്യോ? ഗവൺമെന്റ് ഇലക്ട്രിസിറ്റി തരുന്നുണ്ട്, നീ പോയി ടേസ്റ്റ് ചെയ്യോ? ഗവൺമെന്റ് പല കാര്യങ്ങൾ തരുന്നുണ്ട്, പോയിട്ട് റെയിൽവേയുടെ ലൈൻ പോകുന്നുണ്ട്, നീ അവിടെ പോയി ടേസ്റ്റ് ചെയ്യോ? ഇല്ല. ഗവൺമെന്റ് പല ടൈപ്പിലുള്ള ടാബ്ലറ്റ് വെച്ചിട്ടുണ്ട്, ഇതെല്ലാം പോയി ടേസ്റ്റ് ചെയ്യോ? ഇല്ല. ആശയങ്ങൾ കൊണ്ട് കോൺട്രഡിക്റ്റ് ചെയ്യണം. പിള്ളേർ ഭയങ്കര ആശയമായിട്ട് വരും. നമ്മൾ അതിനെ മിണ്ടാതിരുന്നാൽ എന്തോ പറ്റുന്നറിയാമോ? അവരതിനകത്ത് കൂടുതൽ ഉത്സാഹിതരാകും. യഥാർത്ഥ കാര്യം, കുഞ്ഞെ, ഗവൺമെന്റ് 1000 കൂട്ടം കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, ഇലക്ട്രിസിറ്റി കൊടുക്കുന്നുണ്ട്. നീ എന്ന് പറഞ്ഞ് ഇലക്ട്രിസിറ്റിയെ പോയി പിടിക്കുമോ? ഇല്ല. വിവരം അറിയല്ലേ? ഇതുപോലെ ചില കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതുപോലെ നിങ്ങളുടെ ലീഡർഷിപ്പിൽ പഠിപ്പിക്കണം. അവർക്കത് ഗ്രഹിക്കണം. സൗമ്യതയുടെ ആത്മാവിൽ, സമാധാനത്തിന്റെ ആത്മാവിൽ അവരെ പഠിപ്പിക്കണം. നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. ഒരു അനുഗ്രഹിക്കപ്പെട്ട തലമുറ പുറത്തു വരുവാൻ നിങ്ങളെ ദൈവം ഉപയോഗിക്കട്ടെ. നിങ്ങളിൽ കൂടെ നല്ല തലമുറകൾ പുറത്തു വന്നു. നല്ല തലമുറ, ദൈവത്തെ സേവിക്കുന്ന തലമുറ പുറത്തു വന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് കാര്യമാണ് ദൈവത്തെ അറിയുന്ന തലമുറ പുറത്തു വന്നു, അല്ലേ? നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ദൈവത്തിന്റെ ആലയത്തിൽ വന്നു. നല്ലൊരു കാര്യമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു, സ്നേഹിക്കുന്നു. നല്ല കാര്യം. പക്ഷേ ഇതൊരു ജനറലായിട്ട് ഞാൻ പല കാര്യങ്ങൾ ദൈവവചനത്തിൽ പഠിച്ചു. പക്ഷെ ഇനി നമുക്ക് പറയാം, കർത്താവേ, ഇന്നുള്ളതിനെക്കാട്ടിലും ഉപരിയായി ദൈവസഭയ്ക്കകത്ത് ദൈവം കൊണ്ടിരുന്ന മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം. സഭയ്ക്കകത്തുള്ള കുഞ്ഞുങ്ങൾ ശക്തരാകട്ടെ. ദൈവവചനം വരെ പഠിപ്പിക്കുക. ദൈവം നമുക്ക് അതിനുള്ള വഴികളെ തുറക്കട്ടെ. നമുക്കുള്ള മനസ്സ് തരട്ടെ. ദേശത്ത് ദൈവസഭകളിലുള്ള കുഞ്ഞുങ്ങൾ വളരുന്നതും ഉയരുന്നതും കാണാൻ, മോശയെ പോലെ ശക്തരായ ലീഡേഴ്സാക്കി മാറ്റുന്നത് കാണാൻ ദൈവം നമ്മളെ അതിനുവേണ്ടി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം.